പ്രൈസ് ലോർഡ്. എല്ലാവർക്കും സ്നേഹവന്ദനം. ജോയ്സ് ടി വി എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം പറയുന്നു. ഇതിലൂടെ കടന്നു വരുന്നതായ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരുന്നു. നിങ്ങളുടെ പ്രതികരണത്തിലൂടെയും നിങ്ങളുടെ കോളുകളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ സന്തോഷം. പ്രൈസ് ലോർഡ്. ഇന്ന് പകലിൽ ഇതിൻ്റെ ജീവിതാനുഭവങ്ങൾ ഷെയർ ചെയ്യുവാനായിട്ട് കടന്നു വരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പക്ഷേ അജുമോൻ ജോയ് ഫ്രം കോട്ടയം. പ്രൈസ് ലോർഡ് ദേവദാസനെ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സന്തോഷമായിട്ടിരിക്കുന്നു. ഓക്കെ, ഒരു രണ്ട് ബാക്കി ദേവദാസനെ ഒന്ന് ഓഡിയൻസിന് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തിയാട്ടെ. എൻ്റെ പേര് അജുമോൻ ജോയ് എന്നാണ്. എൻ്റെ സ്വദേശം കോട്ടയമാണ്. കർത്താവിൻ്റെ കൃപയാൽ ദൈവം ഒരുക്കി തന്ന നല്ല സാക്ഷ്യവുമായി കർത്താവിൻ്റെ പേരിൽ ശക്തമായി പ്രയോജനപ്പെടുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഫാമിലി ബാക്ക്ഗ്രൗണ്ട്? ഫാമിലി ഞാനും വൈഫും മാത്രമേ ഉള്ളൂ. ഓക്കെ, ദൈവം ധാരാളമായി സഹായിക്കട്ടെ. കണ്ണിടയ്ക്ക് ഒരു വാക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് മഹത്വം. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനുമായി അവിടുത്തെ പാദപീഠത്തിലിരിക്കുക ഞങ്ങൾക്ക് കൃപ ചെയ്തത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തൻ്റെ അനുഭവം കർത്താവെ കേൾവിക്കാരാകുന്ന അനേകർക്ക് ആശ്വാസത്തിനും അനുഗ്രഹത്തിനും കാരണമായി തീരണമേ എന്ന് സ്വർഗീയ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളെ ഏൽപ്പിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. തുടർന്നുള്ള സമയങ്ങൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസന്റെ സാക്ഷ്യം ഞങ്ങൾ ശ്രദ്ധിക്കുകയാണ്. കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. കർത്താവിന്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജോയ്സ് ടി വിയിലൂടെ കർത്താവ് ഒരുക്കി തന്ന നല്ല സാക്ഷ്യം പങ്കുവെക്കുവാൻ സമയം വേർതിരിച്ച് തന്ന കർത്താവിൻ്റെ ദാസനുള്ള നന്ദിയെയും വന്ദനത്തെയും സ്നേഹത്തെ അറിയിക്കട്ടെ. എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ മാതാപിതാക്കളെ കുറിച്ച് പറയണം. അത് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ എൻ്റെ സാക്ഷ്യം പൂർണ്ണമാകത്തുള്ളൂ. എൻ്റെ പിതാവിൻ്റെ പിതാവ് തൻ്റെ മുന്നോട്ടുള്ള കാലഘട്ടങ്ങളിൽ കോട്ടയത്ത് അറിയപ്പെടുന്ന ഒരു ഫാമിലിയിൽ അറിയപ്പെടുന്ന നല്ല അനുഗ്രഹിക്കപ്പെട്ട നിലവാരങ്ങളിൽ നല്ല സമ്പന്നതയിൽ നിലനിന്ന അദ്ദേഹം പെന്തക്കോസ്ത് ആലയങ്ങൾക്കെതിരായി ചെന്ന് മാലപ്പടക്കവും അതുപോലെയുള്ള തോട്ടയൊക്കെ പൊട്ടിക്കുന്ന ഒരു അനുഭവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തോടുള്ള ബന്ധത്തിൽ എൻ്റെ പിതാവിനെ ബാല്യപ്രായത്തിൽ വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ പല ആലയത്തിനും എതിരായിട്ട് പ്രവർത്തിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കോട്ടയം ജില്ലയിലെ പുല്ലരിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരുന്ന ദൈവസഭയ്ക്ക് വിരോധമായി പ്രവർത്തിച്ച സമയത്ത് അവിടെ ഇരുന്ന ദൈവദാസൻ കടന്നു വന്ന് എൻ്റെ പിതാവിനോട് പറഞ്ഞ് ദൈവസഭയ്ക്ക് വിരോധമായി ഒന്നും ചെയ്യരുത്, ദൈവത്തിൻ്റെ കോപം വെളിപ്പെടുവാനിടയായിത്തീരും. അതിനെ തുടർന്ന് മുന്നോട്ടുള്ള കാലഘട്ടങ്ങളിൽ ശാരീരികമായ ക്ലേശങ്ങള്, പ്രയാസങ്ങള്, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ വർക്കുകളൊന്നും മാറ്റിവെക്കാതെ അദ്ദേഹം വീണ്ടും ആലയങ്ങൾക്ക് വിരോധമായി നല്ല ആരാധന നടക്കുമ്പോൾ, നല്ല അനുഭവ സാക്ഷ്യങ്ങളും നല്ല ശുശ്രൂഷകളും ദൈവദാസന്മാരിലൂടെ വെളിപ്പെട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ നല്ല അന്യഭാഷയുടെ നല്ല ആരാധന വെളിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അടുക്കൽ ചെന്ന് തോട്ട വെച്ചിട്ട് തിരി നീട്ടി വെച്ച് അത് കത്തിച്ചു വിടുകയും അത് പൊട്ടിത്തെറിക്കുന്നത് കണ്ട് സന്തോഷിക്കുകയും ചെയ്യുന്ന സമയത്ത് അന്നിരുന്ന ഒരു പ്രായം ചെന്ന ഒരു ദൈവദാസൻ ഇറങ്ങി വന്നു ഇങ്ങനെ പറഞ്ഞു, ഒന്നുകിൽ നീ കർത്താവിനെ അറിയും, അല്ലെങ്കിൽ ദൈവത്തിന് വിരോധമായി നിൽക്കുന്ന നിന്റെ മേൽ ദൈവത്തിന്റെ കരം വെളിപ്പെടുമെന്ന് പറയുവാനിടയായിട്ടുണ്ട്. ഏറെ നാൾ കഴിയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായിട്ടുണ്ട്. എന്നാൽ എൻ്റെ പിതാവ് ഉത്തരവാദിത്തങ്ങളൊക്കെ പിതാവിൻ്റെ മേൽ വന്നു. അത് അവര് 7 സഹോദരങ്ങളാണ്. രണ്ടാമത്തെ ആളാണ് എൻ്റെ പിതാവ്. ബാക്കി താഴോട്ട് 2 മുകളിൽ ഒരു സഹോദരന്, താഴോട്ട് 3 പെങ്ങന്മാർ. അങ്ങനെ 7 പേരാണ് ആ കുടുംബത്തിൽ അപ്പനോട് കൂടെ ആയിരിക്കുന്നത്. പക്ഷെ ആ ബാല്യകാലമൊക്കെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ തലയിൽ ഏൽക്കേണ്ടതായിട്ട് വന്നു. സഹോദരങ്ങളൊക്കെ പഠിപ്പിച്ചു, നല്ല നിലയിലൊക്കെ എത്തിച്ചു. ശേഷം മുന്നോട്ട് പോകുമ്പോൾ ആരാധനാലയങ്ങളോടുള്ള ബന്ധത്തിൽ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ നാളുകളിൽ പിതാവിൽ നിന്ന് പഠിച്ചു വന്ന ചില ക്രമീകരണങ്ങൾ അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു. അദ്ദേഹം അത് പലപ്പോഴായിട്ട് ദൈവസഭയ്ക്ക് വിരോധമായി സംസാരിക്കുകയും ദൈവസഭയ്ക്കെതിരായിട്ട് നിലനിൽക്കുകയും ചെയ്തു. അതിനുള്ള ബന്ധത്തിൽ കാലഘട്ടങ്ങൾ മാറി മറിഞ്ഞു വന്നപ്പോൾ അദ്ദേഹം വിവാഹം. എൻ്റെ അമ്മയുടെ പേര് അജിത ജോയ് എന്നാണ്. ഒരു തട്ടാൻ ഫാമിലിയിലുള്ള ഒരു വ്യക്തിത്വമാണ്.
രണ്ടുപേരും തമ്മിൽ വിവാഹിതരായി ഞങ്ങളൊക്കെ ജനിച്ച് മുന്നോട്ട് പോകുന്ന അവസരങ്ങളിൽ പിതാവിന് പെട്ടെന്ന് ഹാർട്ട് സംബന്ധമായുള്ള ചില പ്രയാസങ്ങൾ, മുന്നോട്ടൊരു ജോലിയും ചെയ്യുവാൻ കഴിയാതെ, തൻ്റെതായ ഒരു വർക്കിനും തനിക്ക് പോകുവാൻ കഴിയാതെ, സാമ്പത്തികമൊക്കെ ഒരുപാട് മുടക്കിയിട്ടും ഒരു രീതിയിൽ ഒരു വിടുതലില്ലാതെ, ഒരു സന്തോഷമില്ലാതെ, ഒരു സമാധാനമില്ലാതെ അങ്ങനെ മുന്നോട്ട് പോകുന്ന അവസരങ്ങളിൽ തന്നെ കുറിച്ചുള്ള ഡോക്ടർമാരുടെ ശരിയായ വിശദീകരണം എന്ന് പറഞ്ഞാൽ 6 മാസവും 3 ദിവസവും ഉള്ളു ജീവനോട് ഇരിക്കത്തുള്ളെന്നുള്ള ഒരു വലിയൊരു തീരുമാനം ഡോക്ടേഴ്സിന്റെ പക്കൽ നിന്ന് വെളിപ്പെടുവാൻ ഇടയായി തോന്നുന്നു. ഒരുപാട് ഹോസ്പിറ്റലുകൾ കടന്നുപോയി, ഈ രോഗസൗഖ്യത്തിന് വേണ്ടി കടന്നുപോയി, ഒരുപാട് നന്മ ചെലവഴിച്ചു, ഒരുപാട് ആസ്തിയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം നഷ്ടപ്പെട്ട് തകർന്നു. ഇനിയൊരു വിടുതലില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ എൻ്റെ മാതാവ് യാദൃച്ഛമായിട്ട് അപ്പൻ്റെ സഹോദരിയായിട്ട് ഒരു കടയിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് കുറച്ചു പേര് വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് കുറച്ചു പേര് വീടുകൾ ഇങ്ങനെ വിസിറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. കാരണം എൻ്റെ മാതാവ് ഇങ്ങനെ പറഞ്ഞു, ഒരു പക്ഷെ ഇവരുടെ കൂടെ കൂടിയാൽ എന്തെങ്കിലും ഒരു നന്മ കിട്ടുമായിരിക്കും, അവസാനം ഒരു വീതം വെക്കും, അതിൽ നമുക്കും എന്തെങ്കിലും കിട്ടും, എന്നാൽ നമുക്കും ആ കൂടെ ഇപ്പൊ നമ്മൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് നമുക്ക് അവരുടെ കൂടെ അവരെന്താണോ ചെയ്യുന്നത് അതിന്റെ കൂടെ കൂടാമെന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് വീട്ടിലേക്ക് പോന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ അവര് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുവാനിടയായി തീർന്നു. അവർ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ്, രോഗികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവർക്ക് ദൈവം ഒരു സൗഖ്യം തരുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പിതാവിൻ്റെ മാതാവ് വന്നിട്ട് പറഞ്ഞ്, ഇവിടെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട, ഞങ്ങളൊക്കെ അറിയപ്പെടുന്ന ദേശത്തിൻ്റെ നല്ല ഉയർന്ന തലങ്ങളിൽ നിൽക്കുന്ന റോമൻ കാത്തലിക്സ് വിഭാഗത്തിൽപ്പെട്ടവരാണ്, ഞങ്ങൾക്ക് പള്ളിയിൽ അച്ഛന്മാരുണ്ട്, ഞങ്ങൾക്ക് സിസ്റ്റേഴ്സുമാരുണ്ട്, മദർമാരുണ്ട്, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ ഒരുപാട് പേരുണ്ട്, നിങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കേണ്ട, നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ഇവിടെ ഒന്നും നടക്കാനില്ല എന്ന് പറയുവാനിടയായി തീർന്നു. എന്നാൽ അവര് അവിടെ നിന്നല്ല, ഞങ്ങൾ യേശുക്രിസ്തുവിനെ മാത്രം ഒന്ന് പരിചയപ്പെടുത്താം. എന്നാൽ എൻ്റെ പിതാവിന്റെ മാതാവ് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ യേശുക്രിസ്തുവിനെ അറിയുന്നവരാ, യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നവരാ, മറിയത്തെ ആരാധിക്കുന്നവരാ, മറ്റ് എല്ലാ കാര്യാദികളും അവരോട് പറഞ്ഞിട്ടും അവര് പറഞ്ഞ്, ഇല്ല, നിങ്ങൾ പറയുന്നതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി, ഏതായാലും ഇത്രോടം വരെ വന്നതല്ലേ, ഞങ്ങളൊന്ന് വന്ന് ഒരു വാക്ക് പ്രാർത്ഥിച്ചു പോകാം. എന്നാൽ എൻ്റെ പിതാവ് വന്ന് പറഞ്ഞു, ഇല്ല, നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഇത്രത്തോളം മരണവെപ്രാളത്തിൽ ഞാൻ ആയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ വന്ന് പ്രാർത്ഥിക്കാം, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഞങ്ങളെ വിളിച്ചാൽ മതി എന്നിങ്ങനെ പറയുവാനിടയായി തോന്നുന്നു. പക്ഷേ അതിന് സമ്മതിക്കാതെ പിതാവ് അവരെ ആട്ടിക്കളയുവാനിടയായി തോന്നുന്നു. പക്ഷെ അവര് നിരന്തരമായിട്ട് ഓരോ ദിനത്തിലും നിരന്തരമായി എല്ലാ ദിവസവും ചുരുങ്ങി ഒരു 2 മാസത്തോളം അവര് ഞങ്ങളുടെ വീടുകളിൽ കയറി ഇറങ്ങുവാനിടയായി തീർന്നു, പ്രാർത്ഥിക്കുവാൻ അനുവദിക്കാതെ. എൻ്റെ പിതാവിന്റെ മാതാവ്, എൻ്റെ അപ്പന്റെ സഹോദരങ്ങൾ അവരെ ആട്ടിക്കളഞ്ഞു. പക്ഷെ നിരന്തരമായുള്ള അവരുടെ വരവും അവരുടെ ആ സ്നേഹവും അവരുടെ വാത്സല്യവും അവരുടെ വായിൽ നിന്ന് വന്നതായ നല്ല വചനങ്ങളും ഒക്കെ കേട്ടപ്പോൾ എൻ്റെ അപ്പന്റെ ഹൃദയത്തിനകത്ത് ഒരു മാനസാന്തര അനുഭവം ഉണ്ടായി. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത്രത്തോളം നിങ്ങളെ ആട്ടിക്കളഞ്ഞിട്ടും നിങ്ങൾ എൻ്റെ ഭവനം വിട്ടു പോകാതെ അടിക്കടി വരുന്നത് കൊണ്ട് ഒരു അവസരം ഞാൻ നിങ്ങൾക്ക് തരാം, പക്ഷെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ എനിക്ക് വിടുതലായിരിക്കണം, എന്നാൽ മാത്രമേ ഉള്ളൂ ഞാൻ നിങ്ങളെ വിശ്വസിക്കത്തുള്ളൂ എന്ന് പറയുവാനിടയായി തീർന്നു. കാരണം അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. എൻ്റെ അമ്മ, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അമ്മ ഒരു തട്ടാൻ ഫാമിലിയിൽ പെട്ടതാണ്. നമുക്കറിയാം, 33 മുക്കോടി ദേവീദേവന്മാരെ ആരാധിക്കുകയും അതിനെ ഉണ്ടാക്കുകയും അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തു വരുന്ന ഒരു ഫാമിലിയിൽപ്പെട്ടതാണ് എൻ്റെ മാതാവ്. കാരണം ഈ അപ്പന്റെ വിടുതലിന് വേണ്ടി എൻ്റെ ബാല്യപ്രായത്തിൽ തന്നെ 3-4 തവണ ശബരിമലയിൽ പോവുകയും അതിന്റെ കാര്യക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കാരണം അതിലും ഒക്കെ പോയിട്ട് ഒരു വിടുതലില്ല. അതുപോലെ തന്നെ തിരുവനന്തപുരത്തുള്ള ഭീമാപ്പള്ളിയിൽ പോയി, അങ്ങനെ പല ആലയങ്ങളിൽ, മോസ്കുകളിൽ, പല ആരാധനാലയങ്ങളിൽ പോയിട്ടും ഒരു വിടുതലുമില്ലാതെ ഏത് സമയം മരണം മുന്നിൽ ഉണ്ട്, എപ്പോൾ വേണേലും മരിക്കാം. കാരണം മെഡിക്കൽ കോളേജിലെ, കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു പ്രൊഫസർ ഇട്ടിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് 6 മാസവും 3 ദിവസമാണ്. അതിനുള്ളിൽ ആള് മരിച്ചു പോകും. അത് എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും അറിയാം. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കേരള ഡെക്കറേഷൻ വർക്ക് ചെയ്യുന്ന ഒരു ഫാമിലിയിൽപ്പെട്ടതാണ് എൻ്റെ പിതാവ്. കാരണം കോട്ടയം പട്ടണം മുഴുവനും അറിയുന്ന ഒരു വ്യക്തിത്വമാണ്. നല്ലൊരു ആഡംബരത്തോടെ ജീവിച്ചൊരു കാലഘട്ടമാണ് അദ്ദേഹത്തിന്റെ. കാരണം അതിൽ നിന്നൊക്കെ എല്ലാം നഷ്ടപ്പെട്ട് തകർന്ന് ഒന്നുമില്ലാതെ ശൂന്യമായിരിക്കുമ്പോൾ
ആര് വിടുവിക്കും? ആരിലൂടെയാണ് ഒരു വിടുതൽ? എങ്ങനെയാണ് വിടുതൽ പ്രാപിക്കേണ്ടതെന്ന് അറിയാതെ അദ്ദേഹം ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുവാനിടയായി തീർന്നു. അങ്ങനെയാണ് ഇവരെ പരിചയപ്പെട്ടതും. ഇവരിങ്ങനെ നിരന്തരമായുള്ള, എൻ്റെ പിതാവ് ഇങ്ങനെ പറഞ്ഞ് കേട്ട ഒരു അറിവെന്ന് പറയുന്ന നിരന്തരമായുള്ള ഇവരുടെ വരവ് പിതാവിനെ വളരെ നിരാശപ്പെടുത്തി. കാരണം ഇവര് വരുമ്പം ഇവർക്കൊന്നും വേണ്ട, കഴിക്കാൻ ആഹാരം വേണ്ട, പൈസ കൊടുക്കണ്ട, മറ്റുള്ള കാര്യങ്ങളൊന്നും വേണ്ട, അവരുടെ പ്രാർത്ഥനയിൽ മാത്രം ഒന്ന് സംബന്ധിച്ചാൽ മതി. അത് മാത്രമാണ് അവരുടെ ഏക ആശ്രയവും ഏക ആഗ്രഹവും. അങ്ങനെ ഇരിക്കെ എൻ്റെ പിതാവ് അവരോട് പറഞ്ഞു, എന്നാൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വിടുതലില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എൻ്റെ കോമ്പൗണ്ടിൽ കയറരുത്, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കുമെന്ന് പറയുവാനിടയായി. പക്ഷെ നിരന്തരമായുള്ളവരുടെ പ്രാർത്ഥന അനുദിനം എന്ന് പറഞ്ഞാൽ രാവിലെ കുറച്ചു പേര് വന്ന് പ്രാർത്ഥിക്കും, ഉച്ചയ്ക്ക് അല്പനേരം കുറച്ചു പേര് വന്നിരുന്ന് പ്രാർത്ഥിക്കും, വൈകുന്നേരം കുറച്ചു പേര് വന്ന് പ്രാർത്ഥിക്കും. ഇങ്ങനെ നിരന്തരമായുള്ള എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പന് ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ക്രിയ വെളിപ്പെടുന്നത് വരെ, ദൈവത്തോടൊന്ന് ഹൃദയം അടുത്തു കൊടുക്കുന്നത് വരെ അവർ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു രാത്രിയിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 6 മാസം തികഞ്ഞു. 6 മാസം തികഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പം പിന്നീട് 3 ദിവസമുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പം അവിടുന്ന് ഒരു ന്യൂണ്ട്യ ദൈവസഭയില് നമ്മുടെ വി എ തമ്പിച്ചായന്റെ കോട്ടയം സഭയിൽ നിന്ന് അന്നിരുന്ന സ്റ്റീഫൻ ജേക്കബ് എന്ന് പറയുന്ന കർത്താവിന്റെ ദാസൻ കടന്നു വന്ന് പ്രാർത്ഥിച്ചു. അന്ന് പകല് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇന്ന് രാത്രിയിൽ നിനക്കൊരു മാറ്റം ഉണ്ടാകും, നിനക്കൊരു വിടുതൽ ഉണ്ടാകും, ദൈവം നിന്റെ രോഗത്തെ സൗഖ്യമാക്കുമെന്ന് പറയുവാനിടയായി. അദ്ദേഹം പ്രാർത്ഥിച്ചു കടന്നുപോയി. അന്ന് പകലൊക്കെ അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഹാർട്ടിന്റെ അള്ളറ മുഴുവൻ ഹോളായി വികസിച്ച് രക്തമാണ്. നമ്മൾ കഫം തുപ്പിയാൽ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മനീര് വെളിയിലോട്ട് വിട്ടാൽ അത് മുഴുവൻ രക്തമായിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ആരോഗ്യമില്ലാതെ എല്ലാം നശിച്ച് ശരീരം ആകപ്പാടെ വലഞ്ഞ് വല്ലാത്തൊരു പ്രതിസന്ധി നിൽക്കുമ്പോഴാണ് ഈ പ്രാർത്ഥന വെളിപ്പെട്ടതും ആ പ്രാർത്ഥനയെ സംബന്ധിക്കുവാനിടയായി തീർന്നത്. എന്നാൽ അന്നേ ദിവസം ആ ദൈവദാസം വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തോട്, എൻ്റെ പിതാവിനോട് ഇങ്ങനെ പറഞ്ഞു, ഇന്ന് രാത്രിയിൽ ഒരു വിടുതൽ നടക്കും, ഇന്ന് ദൈവത്തിന്റെ കരം വെളിപ്പെടുന്ന ദിവസമാണ്. അന്ന് എൻ്റെ പിതാവ് പറഞ്ഞു, അങ്ങനെ ഒരു വിടുതൽ ഉണ്ടായാൽ ഞാൻ കർത്താവിനെ സേവിക്കും, ദൈവത്തെ ആരാധിക്കുമെന്ന് പറയുവാനിടയായി. പക്ഷെ ആ ഒരു രാത്രിയിൽ ഉണർന്നിരുന്നു, എന്തെങ്കിലും നടക്കുമെന്ന് കണ്ടു ഉണർന്നിരുന്നിട്ട് ഒന്നും നടന്നില്ല. ഒന്നും നടക്കാതെ വന്നപ്പോഴത്തേക്ക് വീണ്ടും പാസ്റ്റർ വന്നിട്ട് പറഞ്ഞില്ല, നിങ്ങൾക്ക് സമയമായി, നിങ്ങളുടെ വിടുതലിന്റെ ടൈമായി, ദൈവം എന്നോട് അത് അറിയിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു പോകുവാനിടയായി തോന്നുന്നു. 2-ാം ദിവസവും അദ്ദേഹം രാത്രി മുഴുവൻ എഴുന്നേറ്റിരുന്ന് ആകപ്പാടെ വല്ലാത്തൊരു പരവശതയിൽ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയിൽ വന്നിട്ട് അദ്ദേഹം ആത്മഹത്യക്ക് ശ്രമിക്കുവാനിടയായി തോന്നി. ഇനി നാളെ എന്ന് പറയുന്ന ഒരു പകലും കൂടെ കഴിഞ്ഞ് എൻ്റെ ജീവൻ പോകും, അതിനു മുമ്പായി എൻ്റെ ജീവിതം ഞാൻ എടുക്കുക എന്ന് പറഞ്ഞ രാത്രിയിൽ ആത്മഹത്യക്ക് 2-ാമത്തെ ദിവസം രാത്രിയിൽ ആത്മഹത്യക്ക് ശ്രമിച്ചു. പക്ഷെ അന്ന് ആത്മഹത്യ ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹം ക്ഷീണിച്ചു വല്ലാണ്ട് തളർന്ന് വീണു കിടക്കുവാനിടയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ 3-ാമത്തെ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് എഴുന്നേക്കാൻ മേല, ഒരടി മുന്നോട്ട് വെക്കാൻ മേല, കട്ടിലിൽ തന്നെ കിടന്ന് ഞങ്ങളെ 2 മക്കളെ വിളിച്ച് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അമ്മയോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉത്തരവാദിത്തങ്ങൾ കേൾപ്പിച്ച് അന്ന് പകല് മുഴുവൻ കരഞ്ഞും നിലവിളിച്ചും ഒക്കെ കടന്നുപോയി. എന്നാൽ മുന്നോട്ട് കടന്നു പോകുമ്പോൾ തന്നെ ആ രാത്രിയോട് അടുക്കുന്ന ഏകദേശം ഒരു 11:30-12 മണി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു അത്ഭുതം നടക്കുവാനിടയായിട്ടുണ്ട്. അദ്ദേഹം തീർത്ത് അവശനായി വല്ലാത്തൊരു അനുഭവത്തിൽ കിടക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ദർശനം കാണുവാനിടയായി തീർന്നു. ഒരു കയ്യിൽ വേദപുസ്തകവും മറു കയ്യിൽ ലോകത്തിൻ്റെതായ അനുഭവങ്ങളും നീട്ടുന്ന ഒരു വ്യക്തിത്വത്തെ, ഒരു സ്വർഗീയ വെളിച്ചം പോലെ ഒരു വ്യക്തിത്വത്തെ അവിടെ വെളിപ്പെടുവാനിടയായി തീർന്നു. ആ വെളിപ്പെട്ട വ്യക്തിയിൽ നിന്നൊരു ഇങ്ങനെ ഒരു വാക്ക് വെളിപ്പെട്ടു, ഇതിലേതെടുത്താലും നിന്നെ വിടുവിക്കും. ബൈബിള് എടുത്താൽ അത് നിന്നെ വിടുവിക്കും. ലോകമാണ് നിന്റെ ഇഷ്ടമെങ്കിൽ അത് നിന്നെ വിടുവിക്കും. ഏതെടുത്താലും നിന്റെ വിടുതല, നീ അത് ശ്രദ്ധിച്ച് നോക്ക്, മനസ്സിലാക്ക് എന്ന് പറയുവാനിടയായിരുന്നു. ആ രാത്രിയിൽ എൻ്റെ അപ്പൻ ഒരുപാട് നേരം ഇങ്ങനെ ചിന്തിച്ചത് കണ്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു വന്ന സാഹചര്യം, ജനിച്ച് വളർത്തപ്പെട്ട അനുഭവങ്ങള്, അതുപോലെയുള്ള തൻ്റെ ജീവിതത്തിൽ വന്നുപോയതായ അനർത്ഥങ്ങള്, പ്രശ്നങ്ങള്, പ്രതികൂലങ്ങള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇന്ന് ഇവിടെ എടുക്കേണ്ട തീരുമാനം ലോകമല്ല, നീട്ടപ്പെട്ട ബൈബിൾ നെഞ്ചോട് ചേർത്താൽ അതെനിക്കൊരു ആയുസ് കൂട്ടുവാൻ ഇടയായി തീരുമാനം
സാധിക്കുമെന്ന് പറഞ്ഞ് ആ വേദപുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിക്കുവാനിടയായി തീർന്നു. അപ്പോൾ തന്നെ വന്ന് ആ ദൈവസാന്നിധ്യം അങ്ങ് മറഞ്ഞു പോകുവാനിടയായി. അദ്ദേഹം ആ നെഞ്ചത്തിങ്ങനെ കൈവച്ച് ആ ബൈബിള് ഉള്ളതുപോലെ ഗ്രഹിച്ച് നെഞ്ചത്ത് കൈവച്ച് ഇങ്ങനെ സ്തോത്രം ചെയ്തു. കർത്താവെ, ഇത് എന്നെ വിടുവിച്ചാൽ ഇന്ന് രാത്രിയിൽ എന്റെ ജീവൻ പോകും, ഞാൻ ഭൂമിയിൽ ഇനി ഉണ്ടാകത്തില്ല. പക്ഷെ ഇന്ന് രാത്രി ഈ വേദപുസ്തകം എന്നെ ജീവിച്ചാൽ എന്റെ മരണത്തോളം ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കും, കർത്താവിന്റെ സാക്ഷിയായി തീരുമെന്നുള്ള നല്ലൊരു തീരുമാനം. ആ രാത്രിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, ഒരുപാട് രക്തം ഛർദ്ദിച്ചു, വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് വന്നു. ഞാൻ പറഞ്ഞല്ലേ, എൻ്റെ അപ്പന്റെ ഫാമിലീസ് എന്ന് പറയുന്നത് ഈ കേരള ഡെക്കറേഷൻ വർക്ക് ചെയ്യുന്നവർ, അവരൊക്കെ വന്ന് പന്തലൊക്കെ ഇട്ടു. കാരണം പിറ്റേ ദിവസം ആളില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു. കുടുംബത്തിൽ എല്ലാവരും ഒത്തുകൂടി വലിയ ഒരു പ്രയാസത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നേരം വെളുത്തു പുലർച്ച ഒക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ അപ്പന്റെ ആ സൗണ്ടൊക്കെ അങ്ങ് നിന്നു എന്ന് പറഞ്ഞാൽ ചുമ നിന്നു, ശ്വാസം വലിക്കുന്ന അനുഭവങ്ങൾ നിന്നു. അതുപോലെ തന്നെ ഛർദിക്കുന്ന അല്ലെങ്കിൽ രക്തം തുപ്പുന്ന അനുഭവങ്ങൾ നിന്നു. ആകപ്പാടൊരു ചലനമില്ലാത്ത അനുഭവം. കുറേയേറെ നേരം പിതാവ് കട്ടിലിൽ എന്നെ നെഞ്ചത്ത് കൈ പിടിച്ച് ഇങ്ങനെ കിടക്കുവാനിടയായി തീർന്നു. ഒരു 6 മണിയായപ്പോൾ അദ്ദേഹം ചാടി എഴുന്നേറ്റ് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ അപ്പന്റെ ആൾക്കാർ ഈ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് വെച്ചിരിക്കുക. അവരോട് പറഞ്ഞു, ആര് പറഞ്ഞു നിങ്ങൾ ഇതിവിടെ കൊണ്ടുവന്ന് ചെയ്യുവാൻ? ഇത് ഇട്ടവര് വേഗത്തിൽ അഴിക്ക്. ഇന്നു മുതൽ ഞാൻ സ്വതന്ത്രനായി. എൻ്റെ കർത്താവ് കഴിഞ്ഞ രാത്രിയിൽ എൻ്റെ അടുക്കൽ വന്നു, എന്നെ സൗഖ്യമാക്കി എന്ന് പറയുവാനിടയായി. അന്ന് ആ ദേശം മുഴുവനും അന്ന് അവര് കാര്യങ്ങളെ ശ്രദ്ധിക്കുവാനിടയായി. പക്ഷെ അവർക്ക് ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം 6 മാസവും 3 ദിവസവും കൊണ്ട് ജീവൻ പോകുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ആ ജീവൻ പോകാതെ ആ 6 മാസവും കറക്റ്റ് 3 ദിവസവും തികയുമ്പോൾ ഒരു പുതിയ മനുഷ്യനായി. ഈ ശ്വാസകോശത്തിന്റെ അള്ളറ പൊട്ടി അത് വാൽവൊക്കെ തുളയായിട്ടിരുന്ന അനുഭവം. അങ്ങനെ വന്നപ്പോ എല്ലാവർക്കും ഒരു അതിശയമായതുകൊണ്ട് ഡോക്ടറിന്റെ അടുക്കെ കടന്നു ചെന്നു. വീണ്ടും ചെക്കപ്പ് ചെയ്തപ്പോൾ അങ്ങനെ ഒരു രോഗം തന്റെ ശരീരത്തിൽ ഇല്ല എന്ന് ഡോക്ടർമാർ വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. അന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവ് പിതാവ് സ്വീകരിപ്പാനിടയായി തീർന്നു. അന്ന് മുതൽ ആ ചർച്ചിൽ കടന്നു പോകുവാനും പ്രാർത്ഥനയിൽ സംബന്ധിക്കുവാനും ഒക്കെ തുടങ്ങി. മുന്നോട്ട് ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു സന്ധ്യയുടെ പ്രാർത്ഥനയുടെ നടുവിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ വീടിന്റെ വാതിക്കെ ഒരു ചെറിയൊരു തോടാണ്, ആ തോട് കഴിഞ്ഞ ഒരു റോഡാണ്. കാരണം ഞാനിങ്ങനെ വീടിന്റെ വാതിക്കൽ നിന്ന്, എൻ്റെ ബാല്യപ്രായമാണ്, ഞാനിങ്ങനെ വീടിന്റെ വാതിക്കൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വെള്ള വസ്ത്രം ധരിച്ചൊരു മനുഷ്യൻ, നല്ല വെളുത്ത താടിയൊക്കെ ആയിട്ട് ഒരാള് വന്ന് നിൽക്കുന്ന പോലെ എനിക്കങ്ങ് ഫീൽ ചെയ്യുക. പക്ഷെ എനിക്ക് ആരാന്ന് മനസ്സിലാകുന്നില്ല. ഞാൻ എൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു, ആരോ നമ്മുടെ വീടിന്റെ വാതിക്കൽ നിൽക്കുന്നു, നിങ്ങളൊന്ന് വന്ന് നോക്കുക. അവര് വന്ന് നോക്കിയിട്ട് പറഞ്ഞു, നിനക്ക് തോന്നിയതാ അപ്പുറത്തൂടെ റോഡിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ അതിന്റെ വെട്ടം അടിച്ചിട്ട് അതിന്റെ റിഫ്ലക്റ്റ് ആണ് നമുക്കിങ്ങനെ കാണുവാൻ കഴിയും. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, ആ വ്യക്തി എന്നെ നോക്കി ചിരിക്കുന്നു, ആ വ്യക്തി എന്നോട് എന്തോ സംസാരിക്കുന്നു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, അത് കർത്താവിന്റെ സാന്നിധ്യമായിരിക്കും എന്ന് പറഞ്ഞ് ഒരു പായിട്ട് ദൈവസന്നിധി ഇരിക്കുന്ന സമയം അമ്മ അന്യഭാഷകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും മാത്രമല്ല അന്നേ ദിവസം തന്നെ ഒരു വെളിപ്പാടിന്റെ ഒരു ആലോചന, ഒരു പ്രവചനം പോലെ ഭവനത്തിനകത്ത് വെളിപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെ തുടങ്ങുന്ന ആ കാലഘട്ടം പിന്നീട് അപ്പനും അമ്മയും നമ്മുടെ ബാല്യമാണല്ലോ, അവരുടെ കൈകളിൽ പിടിച്ച് ആരാധനാലയങ്ങളിൽ പോയ ഒരു കാലഘട്ടം. അങ്ങനെ തുടർമാനം മുന്നോട്ട് പോകുമ്പോൾ മാതാപിതാക്കൾ ആത്മനിറവ് പ്രാപിച്ചു. ദൈവത്തിന്റെ കൃപ അവരുടെ മേൽ വെളിപ്പെട്ടു. അവര് ശുശ്രൂഷയുടെ ആഴങ്ങളിലേക്ക് ആത്മാവ് അവരെ നടത്തി. അവർക്ക് ദൈവം കൊടുത്തതായ വിടുതലും അതിന്റെ സാക്ഷ്യവുമായി ദേശത്ത് ഇറങ്ങുവാനും അനേകര് കർത്താവിന് വേണ്ടി ആദായപ്പെടുത്തുവാനും തുടങ്ങി. എന്നാൽ മുന്നോട്ടുള്ള എനിക്ക് താഴെ ഒരു അനിയനാണ്, ഞങ്ങൾ 2 ആമക്കളാണ് ആ വീട്ടിലുള്ളത്. ഞങ്ങളുടെ ബാല്യമെന്ന് പറയുന്നത് കഷ്ടതയും പട്ടിണിയും നിരാശയും വേദനയും ദുഃഖവും. കാരണം അന്നത്തെ ശുശ്രൂഷയിൽ നിന്ന് കിട്ടുന്ന വരുമാനം തുച്ഛമാണ്. അതുകൊണ്ട് ഒരു വീട് പുലർത്താൻ കഴിയാത്ത അനുഭവങ്ങൾ, ഒരുപാട് സമയങ്ങൾ പട്ടിണിയിരിക്കേണ്ടതായ, വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് സ്കൂളുകളിൽ പോയ അനുഭവങ്ങളൊക്കെ ഞങ്ങളുടെ ബാല്യമുണ്ട്. എന്നാൽ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ് ഒക്കെ ആകുന്ന സമയങ്ങളിൽ അപ്പന്റെ അമ്മയുടെ വാക്കുകളെ ധിക്കരിക്കുവാനും അതിന് ഉൾക്കൊള്ളുവാനും കഴിയാതെ സ്വന്തം തീരുമാനങ്ങളിലേക്കൊക്കെ കടന്നു പോകുവാനിടയായി തോന്നുന്നു. ബാല്യത്തിൽ തന്നെ പുകവലിക്കുവാനും മദ്യപിക്കുവാനും ഉള്ള അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെയൊക്കെ ഞാൻ കടന്നു പോകുവാനിടയായി തോന്നുന്നു. വളർച്ചയിൽ സാമ്പത്തികമായ ഞെരുക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ കടകളിലൊക്കെ പോയി അവർക്ക് സാധനങ്ങൾ അവര് തരുന്ന സാധനങ്ങൾ മറ്റുള്ളവർക്ക് എടുത്തു കൊടുക്കുന്ന ചെറിയ ജോലിയൊക്കെ ചെയ്ത് കിട്ടുന്ന ക്യാഷ് കൊണ്ട്
ഇങ്ങനെ ചെറിയ ആഹാരമൊക്കെ എന്തെങ്കിലുമൊക്കെ ആഹാരം കഴിച്ച് മുന്നോട്ട് പോകുന്ന സമയം. എന്നാൽ മാതാപിതാക്കൾക്ക് കീഴ്പ്പെടുവാൻ കഴിയാതെ, അവരുടെ വാക്ക് കേൾക്കുവാൻ കഴിയാതെ, അവരുടെ ഇഷ്ടം, അവരുടെ ആഗ്രഹം മനസ്സിലാക്കുവാൻ കഴിയാതെ, പ്രാർത്ഥനയ്ക്കൊക്കെ പോകുന്നുണ്ടെങ്കിലും ആരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അപ്പനും അമ്മയും കൊണ്ടുപോകുന്നു, അത് കൊണ്ടുപോയിരിക്കുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയം, 10ാം ക്ലാസ് എഴുതി നിൽക്കുന്ന സമയം, എൻ്റെ അപ്പൻ പറഞ്ഞു, നീ ഈ 10ാം ക്ലാസ് കടക്കയില്ല, കാരണം നീ പാസ്സാകത്തില്ല, കർത്താവ് അത് വെളിപ്പെടുത്തുന്നു, നീ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്നാൽ നിനക്ക് ദൈവം വിജയകരമായ ഒരു വിടുതൽ നൽകും. ഞാൻ പറഞ്ഞു, വേണ്ട, എന്റെ പഠിപ്പിനനുസരിച്ചുള്ള മാർക്ക് കിട്ടിയാൽ മതി, എനിക്ക് വലിയ മാർക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ അതിനെ തട്ടിത്തുറപ്പിച്ചു. പക്ഷേ ആ 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കെ ഞാൻ പോയ ചർച്ചിലെ ദൈവദാസൻ എന്നോട് ചോദിച്ചു, മുന്നോട്ട് നീ എന്താകാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ അന്നേരം, എനിക്ക് വേറെ മാർഗമൊന്നും ഇല്ലാത്തത് കൊണ്ട്, അന്നേരത്തെ എന്റെ ചിന്താഗതി ഇങ്ങനെയായിരുന്നു, എല്ലാ ജോലിക്കുമൊക്കെ പോയി കഴിഞ്ഞാൽ കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെയാ, മുന്നോട്ട് പഠിക്കുവാനും താല്പര്യമില്ല. കാരണം അഞ്ചാം ക്ലാസ്സിലോട്ട് കയറി ആദ്യത്തെ ഇയറിൽ, ആദ്യത്തെ 6 മാസം കഴിഞ്ഞപ്പം SFI എന്ന് പറയുന്ന പാർട്ടിയുടെ കീഴിൽ പ്രവർത്തനം ആരംഭിച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ, 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു സമരത്തിന് പോയി. പോലീസുകാർ പിടിച്ചു, 1-2 അടിയൊക്കെ കൊണ്ട് സ്റ്റേഷനിൽ പിടിച്ചിരുത്തുവാൻ ഇടയായി തോന്നുന്നു. വല്യപ്പന്റെയൊക്കെ പേര് അറിയപ്പെടുന്നതായതുകൊണ്ട് അവർ നമ്മളെ കുറ്റമൊന്നും ആരോപിച്ചില്ല, മാറ്റി നിർത്തി മാതാപിതാക്കൾക്ക് തിരികെ ഏൽപ്പിച്ചു. പക്ഷെ അത് ഒരടി പോലീസുകാരുടെ നിന്ന് കിട്ടിയപ്പോൾ തന്നെ ആ പേടിയങ്ങ്, അവരോടുള്ള പേടിയങ്ങ് മാറി. പിന്നീട് ഓരോ വർഷവും സമരക്കാരുടെ കൂടെ ക്ലാസ്സിൽ കയറാതെ, വേണ്ടതുപോലെ വിദ്യാഭ്യാസം നോക്കാതെ ഒരു വല്ലാത്തൊരു സ്റ്റേജിലേക്ക് കടന്നുപോയി. അതുകൊണ്ട് 10ാം ക്ലാസ്സിൽ വന്നപ്പോഴത്തേക്കും ദൈവത്തോടൊട്ടും താല്പര്യമില്ലാതെ ലോകപരമായ ജീവിതം, അമ്മയുടെ പാരമ്പര്യത്തോട് ചേർന്ന് അവരുടേതായ മത അനുഭവങ്ങളൊക്കെ നിന്ന് അവരോട് കൂടിയ കാലഘട്ടമായതുകൊണ്ട് ജീവിതത്തിൽ ഒന്നും പ്രാപിക്കുവാൻ കഴിയാതെ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് കടന്നു വന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ യാദൃച്ഛമായിട്ട് എൻ്റെ പിതാവ് വിളിച്ച്, ചർച്ചിൽ വരണം, പാസ്റ്റർക്ക് എന്തോ കാര്യങ്ങൾ നിന്നോട് പറയുവാനുണ്ട്, അതുകൊണ്ട് നീ ചർച്ചിൽ വരണമെന്ന് പറഞ്ഞു. ഒന്ന് ചർച്ചിൽ വന്നു. ചർച്ചിൽ വന്നപ്പോൾ അന്നിരുന്ന ദൈവദാസൻ അദ്ദേഹത്തിന്റെ സാക്ഷ്യം പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ ബാല്യത്തിൽ കർത്താവിന്റെ വചനം പഠിക്കുവാൻ പോയത് കൊണ്ടാണ് ഇന്ന് ഈ സ്റ്റേജിലേക്ക് എത്തുവാൻ ഇടയായി തീർന്നത്. എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ നല്ല ജോലി ചെയ്യണം, നല്ല ഉയരങ്ങളിൽ എത്തണമെന്നൊക്കെ ആയിരുന്നു എൻ്റെ മാതാപിതാക്കൾക്കുള്ള ആഗ്രഹം. പക്ഷെ അതിന് ഞാൻ തയ്യാറല്ലായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് ബൈബിൾ കോളേജിൽ പോകുന്ന ഇഷ്ടം, അതാവുമ്പോൾ പേടിക്കണ്ടല്ലോ, ആരുടെയും കുത്തുവാക്കുകൾ കേൾക്കണ്ട, ബൈബിൾ പോയി പഠിച്ചാ വന്നാ മതിയല്ലോ, കൈ കഴുകാതെ നമുക്ക് ആഹാരം കഴിക്കാം എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ ആ സാക്ഷ്യത്തിന്റെ കൂടെ പറഞ്ഞെങ്കിൽ എൻ്റെ ഉള്ളിൽ ഉടക്കിയത് അതാണ്. എന്ന് പറഞ്ഞ, ജോലിക്ക് പോകണ്ട, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യണ്ട, വേദപുസ്തകം പഠിച്ചാൽ ഇതുപോലെയൊക്കെ നടക്കാം, ഇങ്ങനെ ഒരു ചിന്ത അകത്ത് കയറിക്കൂടി. ആരാധന കഴിഞ്ഞപ്പോ സഭാപാസ്റ്റർ എഴുന്നേറ്റ് നിന്നിട്ട് എന്നെ പേര് വിളിച്ചു. ഞാൻ അടുത്ത് ചെന്നു. എല്ലാവരുടെ മുൻപിൽ എന്നോട് ചോദിച്ചു, നിനക്ക് ഇനി എന്താകാനാ താല്പര്യം? ഇത് തുടർന്ന് പഠിക്കണോ, എന്തെങ്കിലും ജോലി ചെയ്യണോ? അന്നേരം ഞാൻ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, എനിക്ക് ഒറ്റ ആഗ്രഹം മതി, ആ പാസ്റ്റർ പറഞ്ഞ പോലെ ബൈബിൾ കോളേജിൽ പോയാൽ മതി. അന്നേരം അവര് പറഞ്ഞു, നീ ഇപ്പോഴേ ഇതിന് തീരുമാനം എടുക്കരുത്, നീ തുടർന്ന് പഠിക്കണം. തുടർന്ന് പഠിച്ച് SLC പാസ്സായില്ല, ഫെയിലായി പോയി, അത് തിരിച്ചെഴുതിയെടുക്കണം, തുടർന്ന് പഠിക്കണം, നിനക്ക് നല്ല ഭാവി ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഭാവി ഒരു പക്ഷെ ഇതിലായിരിക്കും തെരഞ്ഞെടുക്കപ്പെടുന്നതെന്ന് പറഞ്ഞ് ബൈബിൾ കോളേജിലേക്ക് പോകുവാനിടയായി തീർന്നു. അങ്ങനെ ബൈബിൾ കോളേജിലോട്ട് പോയി. ഒരു വർഷം കഴിഞ്ഞു. ഒരു 6-7 മാസം കാസർഗോഡ്, കണ്ണൂര് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രാക്ടിക്കൽ പീരീഡ് എന്നതുപോലെ അവിടെ പോയി ശുശ്രൂഷയൊക്കെ ചെയ്തു. മടങ്ങി വന്ന് സെക്കൻഡ് ഇയറിലേക്ക് കയറി. തുടർമാനം മുന്നോട്ട് പോയ സമയത്ത് വീട്ടിലെ സാഹചര്യങ്ങള്, ഇല്ലായ്മകള്, ശൂന്യതകള്, ഒന്നുമില്ലാത്ത അനുഭവങ്ങൾ, മാതാപിതാക്കള് ശുശ്രൂഷ ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ വരുമാനത്തിൽ നിന്നൊരു മിച്ചം പിടിക്കുവാനോ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ക്രമീകരിക്കാനോ കഴിയാതെ വന്നപ്പോൾ ഞാൻ അവിടുന്ന് ഇറങ്ങി. പൂർത്തീകരിച്ചില്ല, എനിക്ക് എൻ്റെ വീട്ടിലെ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുള്ളതാന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് ഇറങ്ങുവാനിടയായി തീർന്നു. തുടർന്ന് വീട്ടിൽ വന്ന് അല്പമായി പ്രാർത്ഥനയും ആരാധനയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഒരു ജോലിക്കായിട്ട് ഞാൻ കടന്നുപോയി. ആദ്യമായിട്ട് ചെറിയ ജോലി ചെയ്തു. അതിലെ വരുമാനം നമുക്കൊന്നും ആകുന്നില്ല. അധികം ജോലി ചെയ്യുവാൻ തീരുമാനിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആത്മീകമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു. ലോകപരമായ ജീവിതത്തിലേക്ക് പയ്യെ കടന്നു പോകുവാനിടയായി. എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ചിന്തകളെ, മദ്യപാനം, വെറുക്കൂത്തുകളെ, അതുപോലെ തന്നെ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുവാൻ തുടങ്ങി. ഒരുപാട് കൂട്ടുകെട്ടുകളായി. ഒരുപാട് ജോലിയിലൊക്കെ ഇരുന്നുവെങ്കിലും അവിടെയൊന്നും പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല.
SLC പാസ്സാകാത്ത ഞാൻ ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിൽ വരെ ഒരു 9 മാസം പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്തു. പക്ഷെ നല്ലൊരു സാലറിയുടെ സമയമായപ്പോൾ അവിടുന്ന് ഇറങ്ങേണ്ട വന്നു. അങ്ങനെ ഇരിക്കെ ചർച്ചിലെ പാസ്റ്റർ വന്നിട്ട് പറഞ്ഞു, നീ ഒരു യോനയാ, യോനയെ പോലെയാണ് നിന്റെ ജീവിതം, നീ അതുകൊണ്ട് നീ മടങ്ങി വന്ന് ദൈവത്തോട് ചേർന്നിരുന്നാൽ ദൈവം നിന്നെ മാനിക്കും. അന്നേരം ആ വാക്ക് കേൾക്കുവാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. കാരണം നമ്മൾ ആ സമയം കൊണ്ട് മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റുള്ള ദുശീലങ്ങളിലേക്കും ലോക ഇമ്പങ്ങളിലേക്കും അതുപോലെ തന്നെ ഗുണ്ടായിസത്തിലേക്കും ഒക്കെ കടന്നു പോകുവാനിടയായി. ഒരിക്കലും തിരിച്ചു വരുവാൻ കഴിയാത്ത തലങ്ങളിൽ, ഒരിക്കലും തിരിച്ചു വന്ന് ആ കുടുംബത്തോടു കൂടെ സന്തോഷിക്കുവാൻ കഴിയാത്ത തലങ്ങളിൽ, വീട്ടിനകത്ത് പോലും കയറി വന്ന് ഒരു ആശ്വാസത്തിന് ഇരിക്കുവാൻ പറ്റാത്ത തലങ്ങളിൽ, അങ്ങനെയുള്ള അനുഭവങ്ങളിലേക്കൊക്കെ കടന്നുപോയി. ഒരുപാട് പ്രശ്നങ്ങളായി. വീട്ടിൽ കയറാൻ മേല, നാട്ടിൽ നിൽക്കാൻ മേല, അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഒളിവിൽ പോകുന്നത് പോലെ ഒരുപാട് സ്ഥലങ്ങളിലേക്കൊക്കെ പോകുവാനിടയായിരുന്നു. അത് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് കടത്തിവിട്ടു. ജീവിതം ഒരു മരവിച്ച അനുഭവത്തിലേക്കും ജീവിതം ഒരു പരാജയത്തിന്റെ ഒരവസ്ഥയിലേക്കും ഒക്കെ പോയി. എന്താകും ഇനി, എങ്ങനെ ജീവിക്കണമെന്ന് അറിയത്തില്ല. പക്ഷെ വിടാനോ കൂട്ടുകാരെ വിട്ടു പോകാനോ കഴിയാതെ എവിടെ പോയാലും കൂട്ടുകാരുടെ വരും. അങ്ങനെയുള്ള ഒരു അനുഭവത്തിലേക്ക്, അവരോട് കൂടെയുള്ള ആ ബന്ധം പോലീസ് സ്റ്റേഷനിൽ ഫോട്ടോ ഒട്ടിക്കുന്ന അനുഭവത്തിലേക്ക് വന്നു. കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എന്റെയും എന്റെ ബ്രദറിന്റെയും ഫോട്ടോ ഒട്ടിക്കുവാനിടയെ തുടർന്നു. രാഷ്ട്രീയപരമായിട്ടുള്ള പല സ്വാധീനമുള്ളത് കൊണ്ട് അവരെ അടുത്ത് കീറിക്കളയുവാനിടയായി തോന്നുന്നു. പക്ഷെ ജീവിതം മുന്നോട്ട് പോകെ ദൈവത്തെ മറന്നു, ദൈവജനത്തെ മറന്നു, ദൈവസഭയെ മറന്നു, പ്രാർത്ഥിച്ച് സപ്പോർട്ട് ചെയ്ത ദൈവദാസനെ മറന്നു, മാതാപിതാക്കളെ മറന്നു, അവർക്കെതിരായി മോശമായ കാര്യങ്ങൾ സംസാരിച്ചു അവരെ ദേശത്ത് നിന്ദിക്കുവാനും പരിഹസിക്കുവാനും തുടങ്ങി. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം ഒരു വ്യക്തി ദൈവാത്മാവിന്റെ നിയോഗത്തോടെ വന്ന് ഇങ്ങനെ പറഞ്ഞു, ദൈവം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, മടങ്ങി വരണമെന്ന് പറയുവാനിടയായി. പക്ഷെ ഞാൻ പറഞ്ഞു, എനിക്ക് ഇപ്പൊ എന്റെ ജീവിതം ഇങ്ങനെ ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോവുകയാണ്, ഇനി എനിക്കൊരു മടങ്ങി വരവില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആട്ടിപ്പായിക്കുവാനിടയായി. പക്ഷെ കാലങ്ങൾ മുന്നോട്ട് പോകെ ദൈവത്തിന്റെ കരം നമ്മളോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് പിന്നീട് എനിക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞു. പക്ഷെ അതിന്റെ ഇടയ്ക്കൊക്കെ ഒരു വിഷയങ്ങളുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞ കർത്താവിനെ രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച ആളാണ്, സ്നാനപ്പെട്ട ആളാണ്, കൃപ പ്രാപിച്ച ആളാണ്, ദൈവ ആലോചന പറയുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. എല്ലാവിധമായ കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷയും ആ കാലഘട്ടങ്ങളിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്മാറ്റത്തിലേക്ക് വന്നപ്പോൾ വേദപുസ്തകം ഞാൻ എടുത്ത് ഒരു ദൈവസഭയിൽ ഞാൻ ആരാധന കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അവിടുത്തെ ദൈവദാസന്മാർ മുഖാന്തരം വന്ന ചില പ്രയാസങ്ങൾ എന്നെ സാരമായി ബാധിക്കുവാനിടയായി തീർന്നു. അന്ന് 3-ാം നിലയിലാണ് ആരാധന നടന്നുകൊണ്ടിരുന്നത്. ഞാൻ വേദപുസ്തകമായി ഇറങ്ങി വന്നപ്പോൾ ദൈവദാസന്മാര് പറഞ്ഞ ചില വാക്കിന്റെ പുറത്ത് അത് ഹൃദയത്തിൽ ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടുവന്നിട്ട് ആ വേദപുസ്തകം ആ 3-ാം നിലയിൽ നിന്നെടുത്ത് വലിച്ചെറിയുവാനിടയായി തീർന്നു. അത് എറിഞ്ഞിട്ട് ഞാൻ നേരെ താഴെ ഇറങ്ങി വന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ മരണത്തോളം ഞാൻ ഈ വേദപുസ്തകം ചുമക്കുകയെന്ന് പറയുവാനിടയായി. കാരണം അത്രത്തോളം നിന്ദിക്കപ്പെട്ടു, പരിഹസിക്കപ്പെട്ടു. ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ളിലുള്ളപ്പോൾ തന്നെ അതിനായിട്ട് ശുശ്രൂഷ താൽക്കാലികമായി വേണ്ടെന്ന് വെച്ചിറങ്ങിയെങ്കിലും ലോകത്തിന്റെ ചിന്തയിലേക്ക് മദ്യപാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അല്പം കൊണ്ട് ഒതുങ്ങത്തില്ല. ഒന്ന് അടിച്ചു തുടങ്ങിയാൽ അത് നമ്മള് പെടന്ന് വീഴുന്നത് വരെ ഉപയോഗിക്കുന്ന അനുഭവങ്ങൾ. അതുപോലെ തന്നെ കഞ്ചാവ് എന്നൊക്കെ പറയുന്നത് എല്ലാവരും 1-2 പുകയെടുക്കും. എന്നാൽ അങ്ങനെയല്ല. പ്ലേറ്റ് നിറച്ചു വെച്ച് ബീഡിക്കകത്തും സിഗരറ്റിനകത്തും കയറ്റി ഉപയോഗിക്കുന്ന അനുഭവങ്ങൾ, അതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു അനുഭവങ്ങൾ. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ കണ്ണടയ്ക്കുന്നത് വരെ കയ്യിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ കഞ്ചാവ് വലിക്കുമായിരുന്നു, മദ്യപിക്കുമായിരുന്നു. പിന്നെ കൂടിയ ഭ്രാന്തന്മാർക്ക് അന്ന് അല്പ ആശ്വാസത്തിന് കൊടുക്കുന്ന ഒരു ഗുളികയുണ്ട്, നൈട്രാബിറ്റ് എന്ന് പറയും. അതൊക്കെ ഉപയോഗിക്കുമായിരുന്നു. അത് ഉപയോഗിക്കുമ്പോൾ വലിയ ഭ്രാന്തമായ ഒരനുഭവത്തിലൂടെയൊക്കെ കടന്നുപോയി. വീട്ടില് മാതാപിതാക്കളെ അസഹ്യപ്പെടുത്തുമായിരുന്നു. അവര് കൊണ്ടുവരുന്ന നന്മ പോലും പിടിച്ചു മേടിച്ച് ലഹരി ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനായി കടന്നുപോയ ഒരു അനുഭവങ്ങൾ. ഒരുപാട് തവണ ഗുണ്ടായിസത്തിനകത്ത് പിടിക്കപ്പെട്ട് ഒരുപാട് തവണ പ്രയാസങ്ങളിലൂടെ കടന്നുപോയ അനുഭവങ്ങൾ. എന്നാൽ ദൈവത്തിന്റെ കരം ഈ മാതാപിതാക്കളുടെ പ്രാർത്ഥനയായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക്
എനിക്ക് വേണ്ടി ഇടിവ് നിൽക്കുന്നവരുടെ പ്രാർത്ഥനയായിരിക്കാം. അമ്മേ, പല സന്ദർഭങ്ങളിലും മരണം കീഴ്പ്പെടുത്തേണ്ടതായ അനുഭവങ്ങൾ വന്നിട്ടും അവിടെ ഒന്നും വീണു പോകാതെ എവിടെയൊക്കെ ആരുമൊക്കെ നമ്മളെ പരിപാലിക്കുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്തു. പക്ഷെ എന്നാലും ദൈവത്തിലേക്ക് അടുത്തു വരുവാൻ കഴിയാതെ, ദൈവവചന പ്രകാരം നിൽപ്പാൻ കഴിയാതെ, ദൈവത്തോട് പറ്റിയിരിക്കാൻ കഴിയാതെ ജീവിതം ഒരു വലിയൊരു പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ഇങ്ങനെ തീരുമാനിച്ചു, ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല. അപ്പന് പ്രയോജനമില്ല, അമ്മയ്ക്ക് പ്രയോജനമില്ല, സഹോദരന് പ്രയോജനമില്ല, മറ്റു ചാർച്ചക്കാർക്കോ പിതൃഭവനത്തിനോ പ്രയോജനമില്ല. പിന്നെയുള്ളത് കൂട്ടുകാർക്ക് മാത്രമാണ് പ്രയോജനം. അവർക്ക് വേണ്ടി പകല് ഓടുന്നു, അധ്വാനിക്കുന്നു, അവരെ സംരക്ഷിക്കുന്നു. ഒരു ഒരു എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പിന്നിൽ അവരെ സേവ് ചെയ്യാൻ വേണ്ടി ഒരു സെക്യൂരിറ്റി ഗാർഡ് പോലെ നിൽക്കുന്ന ചില അനുഭവങ്ങൾ, അങ്ങനെയൊക്കെ ചില വ്യക്തികളെ നമുക്ക് അവരെ ആരും പിടിച്ചുകൊണ്ട് പോകാതെ അവർക്ക് സംരക്ഷണ കൊടുക്കുന്ന ചില അനുഭവങ്ങൾ, ഭ്രാന്തമായ തീരുമാനങ്ങൾ, ലക്ഷ്യമില്ലാത്ത ജീവിത പശ്ചാത്തലങ്ങൾ, ഒരിക്കലും കർത്താവിനെ സേവിക്കത്തില്ലെന്നുള്ള ദൃഢനിശ്ചയത്തോടെയുള്ള ചില തീരുമാനങ്ങൾ, അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പം കർത്താവ് തൊടുവാനിടയായി തോന്നും. കർത്താവ് തൊടുകയെന്ന് പറയുന്നത്, അപ്പൊ ഞാൻ എനിക്കൊരു ഓട്ടോറിക്ഷ എനിക്കുണ്ടായിരുന്നു. അതിലിങ്ങനെ വാഹനത്തിൽ ഇങ്ങനെ ഓടിക്കുമ്പോൾ എനിക്ക് ദൈവം അത്ഭുതകരമായിട്ട് ഒരുപാട് വാഹനങ്ങൾ നൽകി, സമ്പത്ത് നൽകി, ഒരുപാട് നന്മകൾ നൽകി, വാഹനങ്ങൾ നൽകി, വസ്തുവകകൾ നൽകി. പക്ഷെ അതൊന്നും വീട്ടിലുള്ളവർ അറിയത്തില്ല. വാഹനങ്ങൾ ഉണ്ടെന്ന് മാത്രം അറിയാം. മറ്റുള്ള നന്മകളൊന്നും വീട്ടുകാർക്ക് അറിയത്തില്ല, നാട്ടുകാർക്ക് അറിയത്തില്ല, സഹോദരങ്ങൾക്ക് അറിയത്തില്ല, കൂടെയുള്ള കൂട്ടുകാർക്ക് പോലും അറിയത്തില്ല. പക്ഷെ അതൊക്കെ പിന്നീട് നഷ്ടപ്പെടുവാനിടയായി തോന്നുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദൈവദാസൻ വാഹനത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുവാൻ കയറി എന്നോട് പറഞ്ഞ് ചങ്ങനാശ്ശേരിയിൽ എന്നെ കൊണ്ട് ഇറക്കണം, എത്രയാണെന്നൊക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അദ്ദേഹമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ചങ്ങനാശ്ശേരിക്കടുത്ത് മധുമൂല എന്ന് പറയുന്ന സ്ഥലം എത്തിയപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, മോനെ, ഞാൻ ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്തപ്പോൾ നിന്നെ കുറിച്ച് ദൈവാത്മാവ് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. ഞാൻ ചോദിച്ചു, അച്ഛാ, വേറെ ഒരു പണിയുമില്ലേ, എന്നെ എന്റെ വഴിക്ക് വിടാൻ മേലെ, എന്തിനാ എന്നോടൊക്കെ ഇതൊക്കെ പറയുന്നത്? എനിക്കത് ഒട്ടും യോഗ്യമല്ല, ഞാൻ ഇതിലേക്ക് പോയിട്ട് കാര്യമില്ല, ഇതുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിവുള്ളതല്ല, അതുകൊണ്ട് എന്നെ വിട്ടേര്, എന്റെ വഴിക്ക് വിട്ടേര്, നിങ്ങൾ വാഹനത്തിൽ കയറി, ഞാൻ നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് ഞാൻ കൊണ്ടുവിടുന്നതല്ലാതെ ഞാൻ ഈ പറയുന്നതൊന്നും കേൾക്കത്തില്ല എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, അങ്ങനെയല്ല, നിന്നോട് എനിക്ക് സംസാരിക്കണം, എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു എന്ന് പറയുവാനിടയായി തോന്നുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്താ പറയുവാനുള്ളത്? അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, ദൈവം ഒരുപാട് സ്നേഹിക്കുന്നു, ദൈവത്തിന്റെ സാന്നിധ്യം നിന്നോട് കൂടിയിരിക്കും, നീ ഒന്ന് മടങ്ങി വന്നാൽ ദൈവം നിന്നെ പരിപാലിക്കും, അല്ല എങ്കിൽ ചില തീച്ചുളയുടെ അനുഭവങ്ങളിലൂടെ നീ കടന്നു പോകുമെന്ന് പറയുവാനിടയായി തീർന്നു. പക്ഷെ ഞാനത് ഒട്ടും ഉൾക്കൊണ്ടില്ല. കാരണം നമ്മള് ഇതിലെ കേട്ട് ഇവിടെ സ്വീകരിക്കാതെ ഇതിലെ വിടുന്ന ഒരു അനുഭവമായിരുന്നു. നമ്മൾ എന്ത് കേട്ടാലും ഇവിടെ സ്വീകരിക്കത്തില്ല, ഇതിലെ കേൾക്കുന്നു, ഇതിലെ പുറത്തേക്ക് വിടുന്നു. എന്നാൽ അദ്ദേഹം പറഞ്ഞു, ഈ ഒരു വാക്ക് അനേകർ നിന്നോട് സംസാരിക്കും, നിന്റെ വാഹനങ്ങളിൽ ഇനി കയറുന്നത് മുഴുവനും ഇങ്ങനെയുള്ള ആൾക്കാരായിരിക്കും, അവരിലൂടെ നിന്നോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, നിങ്ങൾ വേറെ ആരെങ്കിലും പോയി രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരും, എന്റെ പിന്നാലെ നടക്കാതെ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകുക എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഇറക്കി. അദ്ദേഹത്തിന്റെ ക്യാഷ് മേടിച്ച് തിരിച്ച് അവിടുന്ന് അദ്ദേഹത്തെ വിട്ടിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ചിങ്ങവനത്ത് വെച്ച് ഒരാള് കൈ കാണിച്ചു, അദ്ദേഹത്തെ കയറ്റി. അദ്ദേഹം ഏകദേശം നാട്ടകം കോളേജിന്റെ വാതിക്കലെത്തിയപ്പോ എന്നോട് പറഞ്ഞു, സഹോദര, എന്നോട് എന്റെ ഉള്ളിൽ ഒരു ശബ്ദം ഞാൻ കേൾക്കുന്നു, അതിങ്ങനെയാണ്, നിങ്ങളെ ദൈവം ഒരുപാട് സ്നേഹിക്കുന്നു, നിങ്ങൾ മടങ്ങി വന്നാൽ ദൈവം നിങ്ങളോടുകൂടി ഇരിക്കും. ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പൊ ഇവിടെ ഇറക്കി വിടും, എനിക്ക് നിങ്ങളെ കയറ്റിക്കൊണ്ടു പോകാൻ സാധ്യമല്ല, നിങ്ങൾ എന്റെ പിന്നാലെ വരരുത്. എന്നാലും അദ്ദേഹം പറഞ്ഞില്ല, എന്നെ കോട്ടയത്ത് ഇറക്കിയാൽ മതി, ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. പക്ഷെ അദ്ദേഹം പോകെ അദ്ദേഹം പറയുന്നുണ്ട്, ദൈവം ഒരുപാട് സ്നേഹിക്കുന്നു, ദൈവം ഒരുപാട് സ്നേഹിക്കുന്നു, ഇങ്ങനെ തന്നെ പറഞ്ഞു പോകുവാനിടയായി തോന്നുന്നു. പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് അത് കേട്ടിട്ട് അസഹ്യത തോന്നിയിട്ട്, എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്ത് കിടക്കുന്നത് ലോക ഇമ്പങ്ങളും അതുപോലെ തന്നെ മറ്റ് മത അനുഭവങ്ങളും ആയതുകൊണ്ട് അതിന്റെ
അസ്വസ്ഥതകൾ ശരീരങ്ങളിൽ ഉള്ളത് കൊണ്ട് ഈ വാക്കുകൾ കേൾക്കുവാനോ അതനുസരിച്ച് ജീവിക്കുവാനോ നീങ്ങുവാനോ കഴിയാതെ ഈ വാക്ക് കേട്ട് അദ്ദേഹത്തോട് കൂടുതൽ എമൗണ്ട്, ഒരിക്കലും മേടിക്കാൻ പാടില്ലാത്ത കൂടുതൽ എമൗണ്ട് ഒക്കെ മേടിച്ചു പുറത്താക്കി വണ്ടി കൊണ്ട് മാറ്റിയിട്ട് കുറെ ദൂരം മാറിയിരുന്നു. ഇതെന്താ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്, ഇവർക്കൊന്നും വേറെ പണിയില്ല എന്നൊക്കെ ചോദിച്ച് ഞാൻ ഫോണിലൂടെ എന്റെ അപ്പനെ വിളിച്ച് കുറെ ചീത്ത പറഞ്ഞു. എന്റെ മാതാവിനോട് പറഞ്ഞു, നിങ്ങളുടെ ഒടുക്കത്തെ പ്രാർത്ഥന കൊണ്ട് മനുഷ്യന് ജീവിക്കാൻ മേല, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ദയവ് ചെയ്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു, നീ എന്റെ മൂത്ത മകനാണ്, ഞങ്ങളുടെ മരണം വരെയും ഞങ്ങൾ പ്രാർത്ഥിക്കും. അവസാനം ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ കൊരയ്ക്ക് കൊടുത്തേ അടങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഫോൺ എറിഞ്ഞ് തല്ലി പൊട്ടിച്ചു. പിന്നെ ആ ഫോൺ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ അങ്ങനെ പോകുമ്പോൾ വീണ്ടും ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു സഹോദരി കയറുവാനിടയായി തീർന്നു. അവര് കയറി, അവര് പറഞ്ഞു കുമരകത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ ഏകദേശം കുമരകമൊക്കെ അടുക്കാറായപ്പം എന്നോട് പറഞ്ഞു, സഹോദര എന്താ പേരെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ പേര് അജോ എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, ദൈവം പറയുന്നു ദൈവം നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു. ഞാൻ പറഞ്ഞു, അയ്യോ ഇങ്ങനെയൊന്നും പറയരുത്, ദൈവം സ്നേഹിക്കും, എല്ലാവരും സ്നേഹിക്കുന്നവരല്ലേ, ദൈവമല്ലേ, എല്ലാവരും സ്നേഹിക്കട്ടെ, അതുകൊണ്ട് അതിൽ നിർത്തണം, ഇനി മേലാൽ എന്നോട് ഇത് സംസാരിക്കരുത് എന്ന് പറഞ്ഞ് ഞാൻ ആ വ്യക്തി, ആ സ്ത്രീയെ മോശം പറയുവാനിടയായി തീർന്നു. എന്നാൽ എന്നോട് പറഞ്ഞു, താൻ പറയുന്ന മോശം എനിക്ക് സന്തോഷമാ, കാരണം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാ, അത് മതി, ഞങ്ങൾക്കുള്ള നന്മ അവിടെ കിട്ടും എന്ന് പറയുവാനിടയായി. പക്ഷെ അത് ഞാൻ ഒട്ടും ഉൾക്കൊണ്ടില്ല, അതിനെ ഞാൻ തള്ളിക്കളയുവാനിടയായി തീർന്നു. പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ ഒരുപാട് പേർ വന്ന് ഇത് തന്നെ പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ വണ്ടി ഫീൽഡിലെ പരിപാടി അങ്ങ് നിർത്തി. എന്ന് പറഞ്ഞാൽ ആര് കയറിയാലും അവര് പറയുന്നത് ഇങ്ങനെയാണ്, ദൈവം ഒരുപാട് സ്നേഹിക്കുന്നു, മടങ്ങി വന്നാൽ ദൈവം നിന്നോട് കൂടെ ഇരിക്കും. ഇത് കേൾക്കുവാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഓടിച്ചിരുന്ന വാഹനവും കൂടെ വാടകയ്ക്ക് കൊടുക്കാൻ തുടങ്ങി. പിന്നെ വണ്ടി ഓടിക്കുന്ന പരിപാടി അങ്ങ് നിർത്തി. പിന്നെ അല്പസ്വല്പമായി കഞ്ചാവ് മേടിക്കും, അത് വിൽക്കും, അതിന്റെ നന്മ കൊണ്ട് ജീവിക്കും, ഗുണ്ടായിസം ചെയ്യും, മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് ഇടപെടും, ഇങ്ങനെയൊക്കെ പോകുന്ന ഒരു പശ്ചാത്തലം. അങ്ങനെ ഇരിക്കുമ്പം എന്റെ കൂടെ ഏറ്റവും കൂടുതൽ ഗുണ്ടാ ഫീൽഡിൽ വർക്ക് ചെയ്ത് മുഴുവനും പാസ്റ്റേഴ്സുമാരുടെ മക്കളാണ്. അവരുടെ ജീവിതം, ആ ബാല്യപ്രായത്തിൽ ഉണ്ടായ അനുഭവം കൊണ്ട് വഴിതെറ്റിപ്പോയ ഒരുപാട് പാസ്റ്റേഴ്സുമാരുടെ ദൈവമക്കളുടെ ഒക്കെ മക്കൾ എന്റെ കൂടെ നിൽക്കുന്നത്. അവരൊക്കെ പറഞ്ഞ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിവിടെ അടുത്ത് ഈ കോട്ടയം ശാസ്ത്ര റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആരാധന നടക്കുന്നത്, നമുക്കൊന്ന് പോയിട്ട് വരാം. ഞാൻ പറഞ്ഞു, വേറെ പണിയൊന്നുമില്ല, വേറെ എല്ലായിടവും പോയിട്ട് ഇനി വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. അങ്ങോട്ട് പോയതാ, പിന്നെ നമുക്ക് തിരിച്ചു കയറാൻ പറ്റത്തില്ല, ഇവിടെ പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു, ഇല്ലടാ അങ്ങനെയുള്ള ഒരു ആരാധനയല്ല, ഒരു പ്രത്യേക ശൈലിയിലുള്ള ഒരു ആരാധനയാണ്, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ ബിൽഡിങ്ങിനകത്ത് ഒരു സന്ധ്യയായപ്പോൾ, ഒരു 6 മണിയായപ്പോൾ ആ ബിൽഡിങ്ങിനകത്ത് കയറിയപ്പോൾ അവിടെ വ്യത്യസ്തമായ ഒരു ആരാധന, വേറൊന്നുമല്ലായിരുന്നു, അത് സാത്താൻ സേവയുടെ ആരാധനയായിരുന്നു. അവിടുത്തെ ആരാധനയും രീതികളും അവിടുത്തെ പ്രവർത്തികളും ഒക്കെ കണ്ടിട്ട് അവിടെ നിൽക്കുവാൻ കഴിയാതെ അവിടുത്തെ അവരുടെ കത്രമേശ, ഒരു കറുത്ത ഗൗണിനകത്ത് നിൽക്കുന്ന ആളെ കാണാൻ മേല, അങ്ങനെ ഒരു ഗൗണിനകത്ത് നിന്ന് അവരുടെ മേശയുടെ ശുശ്രൂഷ നടക്കുക. ആ ശുശ്രൂഷ എന്ന് പറയുന്നത് അത് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത സാധന സാമഗ്രികൾ ഇട്ടാണ് അവർ ആ ശുശ്രൂഷയിൽ അത് വീഞ്ഞായിട്ട് കൊടുക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ അത് കുടിക്കുന്നവർ ബോധം കെട്ട് വീഴുന്നു. പിന്നെ അവിടെ നടക്കുന്ന മറ്റൊന്നാ. അങ്ങനെ കണ്ടപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞാൻ ഇവരെല്ലാം പിടിച്ചു വലിച്ച്, ഞങ്ങൾ 5 പേരാ പോയത്, 5 പേരുമായിട്ട് ഞങ്ങൾ വെളിയിൽ ഇറങ്ങി. പക്ഷെ വെളിയിൽ ഇറങ്ങിയതും ആ വാതിൽ അങ്ങ് ആരോ അടച്ചു. പിന്നെ ആ വാതിൽ തുറന്നില്ല. പക്ഷെ ഞങ്ങൾ ആ രാത്രി മുഴുവനും ഞങ്ങൾ അവിടെ ആ വാതിക്കൽ നിന്നു. രാവിലെ അതിലെ ഇറങ്ങിപ്പോകുന്നവരെ കണ്ടിട്ട് ഞങ്ങൾക്ക് അത്ഭുതം തോന്നി. കാരണം വലിയ പ്രൗഢിയിൽ ജീവിക്കുന്നവര്, വലിയ ആഡംബരത്തിൽ ജീവിക്കുന്നവര്, നല്ല അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളിലുള്ള ചെറുപ്പക്കാരൊക്കെ അതിനകത്ത് കയറി ഇറങ്ങി പോകുന്ന ഒരു ആകം അന്ന് കണ്ണിൽ കാണുവാനിടയെ തീർന്നു. ഞങ്ങൾ പറഞ്ഞു, ഇത് പെന്തക്കോസ് ആരാധനയല്ല, ഇത് സാത്താൻ സേവയെന്ന് പറഞ്ഞ് അവിടെ ഓടിപ്പോകുവാനിടയായി തീർന്നു. പിന്നീട് ഒരിക്കലും ഞങ്ങൾ ഒരാരാധനാലയങ്ങളിലും പോയിട്ടില്ല. പിന്നീട് ചെയ്തു വന്നതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ, ഗുണ്ടാ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരാള് ഒരു തെറ്റ് പറഞ്ഞാൽ അത് തെറ്റാന്ന് പറഞ്ഞു കൊടുക്കാതെ അതിന്റെ കാര്യങ്ങളെ ക്രമീകരിക്കുകയും അതിന്റെ ക്രമീകരണത്തിലൂടെ അങ്ങനെ പോകുകയും ഒരുപാട് അനുഭവങ്ങളിലൂടെ നടക്കുകയൊക്കെ ചെയ്തു. പിന്നീട് മുന്നോട്ട് പോകെ സ്വസ്ഥത നശിച്ചു, സമാധാനം നഷ്ടപ്പെട്ടു. ദൈവം
തൊട്ടതെന്ന് തോന്നുന്നത് പോലെ, എന്ന് പറഞ്ഞാൽ കൂടെയുള്ള കൂട്ടുകാർ തമ്മിൽ വാക്കേറ്റമായി, തമ്മിൽ അടിക്കാൻ തുടങ്ങി, ആർക്കും ഒരു ബന്ധമില്ലാത്ത അനുഭവത്തിലേക്ക് വന്നു. പലരോടും ദൈവത്തിന്റെ ശബ്ദം ഇങ്ങനെ വെളിപ്പെടുത്തി, ദൈവം കാണുന്നു, ദൈവം അറിയുന്നു, ദൈവം മടങ്ങി വരാൻ ആവശ്യപ്പെടുന്നു എന്ന് പറയുമ്പോഴൊക്കെ കൂടുതൽ മദ്യപാനത്തിലേക്കും കൂടുതൽ വെറുക്കൂത്തുകളിലേക്കും കടന്നു പോകുന്നതല്ലാതെ ദൈവമായിട്ട് ബന്ധം സ്വീകരിപ്പാൻ കഴിയാതെ, ദൈവത്തോട് ചേർന്നിരിപ്പാൻ കഴിയാതെ മറ്റൊരു അനുഭവങ്ങളിലേക്ക്, ഒരു പ്രാകൃതമായ ഒരു ഭ്രാന്തിന്റെ അനുഭവങ്ങളിലേക്ക് ഒക്കെ കടന്നു പോകുന്ന തലങ്ങളിലേക്കൊക്കെ പോകുവാനിടയായി തോന്നുന്നു. പക്ഷെ മുന്നോട്ട് പോകെ ജീവിതം ഒരു വല്ലാത്തൊരു പ്രതിസന്ധി. ആരുമില്ല, കൂട്ടുകാരില്ല, മാതാപിതാക്കളില്ല, സഹോദരങ്ങളില്ല, നമ്മളെ ഏറ്റവും ബഹുമാനിക്കുന്ന ചർച്ചക്കാർ, പിതൃഭവനക്കാർ, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും നമ്മളെ ആരെയാണോ സ്നേഹിച്ച് അവരൊക്കെ പയ്യെ പടിയിറങ്ങുവാൻ തുടങ്ങി. കൂട്ടുകെട്ടില്ല, ഒറ്റപ്പെടാൻ തുടങ്ങി. കയ്യിലുണ്ടായിരുന്ന വാഹനങ്ങളൊക്കെ ദൈവത്തിന്റെ അടികൊണ്ടായിരിക്കാം അതൊക്കെ നഷ്ടപ്പെടുവാൻ തുടങ്ങി. വാഹനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. കേസുകൾ കൂടി, നിലവിൽ ജീവിക്കുവാൻ കഴിയാത്ത ഒരു പശ്ചാത്തലത്തിലേക്ക് വന്നു. ആത്മഹത്യ ചെയ്യണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിപ്പെടുവാനിടയായി തോന്നുന്നു. അങ്ങനെ ഇരിക്കെ റെയിൽവേ ട്രാക്കിൽ പോയി നിൽപ്പാനിടയായി. വാഹനം വന്നാൽ, ട്രെയിൻ വന്നാൽ ചാടി ജീവൻ കളഞ്ഞേക്കാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ചില കൂട്ടുകാർക്ക് മനസ്സിലായിട്ട് അവര് വന്ന് പിടിച്ച് എന്റെ വീട്ടിൽ കൊണ്ടുപോകുവാനിടയായി. അന്ന് എന്റെ വീട്ടിൽ മാതാപിതാക്കള് ഈ കടുത്തുരുത്തിയുടെ പ്രദേശത്തേക്ക്, അവർക്ക് ദൈവത്തിന്റെ ആലോചന കേട്ടിട്ട് കടുത്തുരുത്തി എന്ന് പറയുന്ന പ്രദേശത്തേക്ക് അവര് ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്ന സമയം, എന്റെ ബ്രദറ്, അതുവരെ എന്റെ കൂടെ എല്ലാ കാര്യങ്ങളും എന്റെ കൂടെ നിന്ന് ചെയ്ത ആള് പെട്ടെന്ന് തിരിഞ്ഞ് മനസാന്തരം പ്രാപിച്ച് മാതാപിതാക്കളോടുകൂടെ കടന്നു പോകുവാനിടയായി തീർന്നു. അങ്ങനെ ആരുമില്ലാതെ ഒറ്റപ്പെട്ട് വീടിനകത്ത് ആരുമില്ല, ആശ്രയമില്ലാതെ, ഒരു നേരത്തെ ആഹാരം കഴിപ്പാനുള്ള സാധന സാമഗ്രികളില്ലാതെ, ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കുടിക്കാനുള്ള ആരോഗ്യമില്ലാതെ കൂട്ടുകാര് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു കണ്ടിട്ട് കൂട്ടുകാർ കൊണ്ടുവന്ന് വീട്ടിനകത്തിട്ട് അകവും പുറവും അടച്ച് ഭദ്രതയോടെ ഇട്ടിട്ട് അവര് പോകുമ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇതിനകത്തുനിന്ന് എന്നെ ആർക്കും രക്ഷിപ്പാൻ കഴിയത്തില്ല, കാരണം എന്റെ ജീവിതം ഞാൻ ഇവിടെ തീർക്കും. അവര് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നിന്റെ ജീവിതം തീരാനുള്ളതാണെങ്കിൽ ഇതിനകത്ത് കിടന്ന് തീർന്നോട്ടെ, മറ്റുള്ളവർക്ക് ഭാരമാകത്തില്ലല്ലോ എന്ന് പറഞ്ഞ് അവര് പോകുവാനിടയായി തീർന്നു. അന്ന് രാത്രി ഞാനൊരു മുഴം കയർ ഉത്തരത്തിലിട്ടു. ആ കയറ് ഈ കഴുത്തലോട്ട് ഇങ്ങനെ കുരുക്കാൻ വരുമ്പോൾ എന്റെ പേര് വിളിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. എന്നെ ഇങ്ങനെ വിളിച്ചു, നീ എന്താ ചെയ്യുന്നത്, നീ എന്താണ് കാണിക്കുന്നത്, നീ ഇത് ചെയ്താൽ നിന്റെ ജീവിതം നിനക്ക് നഷ്ടമാ, നിന്റെ ആത്മാവ് എന്റെ അടുക്കൽ ചേർക്കപ്പെടത്തില്ല എന്ന് പറയുന്നൊരു ശബ്ദം ഞാൻ കേൾക്കുവാനിടയായി തോന്നുന്നു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ദൈവം അവിടെ വരാതെ വേറെ ആർക്കും അവിടെ വരാൻ പറ്റത്തില്ല. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, കർത്താവ് എന്റെ അവസ്ഥ കണ്ടില്ലേ, എന്റെ ജീവിതം കണ്ടില്ലേ, ഞാനൊരു വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്കാണല്ലോ കടന്നു പോകുന്നത്, ഞാൻ എന്തായി തീരുമെന്ന് പോലും എനിക്കറിയത്തില്ല. ആരുമില്ല, മാതാപിതാക്കളില്ല, സഹോദരങ്ങളില്ല, കൂട്ടുകാരില്ല, സ്വന്തക്കാരില്ല, ബന്ധക്കാരില്ല, സ്നേഹിതന്മാർ ആരും തന്നെ ഇല്ല. ഞാൻ ഓടിയതും അധ്വാനിച്ചതും ഒക്കെ ഈ പ്രിയമുള്ളവർക്ക് വേണ്ടിയല്ലേ, പക്ഷെ അവരാരും ഇന്ന് എന്റെ അടുക്കലില്ല. ഞാൻ ഇതിനേക്കാൾ നല്ലത് മരിക്കുന്നതാ എന്ന് പറയുമ്പോൾ ആ ശബ്ദം എന്നോട് ഇങ്ങനെ ഇടപെട്ടു, എന്നെ മരിപ്പാനല്ല ഞാൻ കണ്ടിരിക്കുന്നത്, അനേകർക്ക് ഒരു അനുഗ്രഹമാക്കാൻ. അതുകൊണ്ട് നീ ആ കെട്ടഴിക്ക്, നീ താഴെ ഇരിക്ക്, മുട്ടയിൽ നിന്ന് എന്റെ സന്നിധിയിലേക്ക് അടുത്തു വരാൻ പറഞ്ഞപ്പോ ഞാൻ ആ നിമിഷത്തിൽ തന്നെ എന്റെ ഹൃദയം, ആ സമയത്ത് ആരുമില്ലല്ലോ, ഒറ്റപ്പെട്ട് കിടക്കുമല്ലേ, ആ നിമിഷം തന്നെ ചെളി പുരണ്ട് കിടക്കുന്ന ആ തറയിലേക്ക് മുട്ടുകുത്തി നിന്ന് നേരം വെളുക്കുമ്പോളം കരയുവാനിടയായി തോന്നും. ആ കരഞ്ഞ് അവിടെ കിടന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. രാവിലെ വന്ന് കൂട്ടുകാര് കതവ് തുറക്കുമ്പോൾ ഞാൻ തളർന്നു കിടപ്പുണ്ട്. അവരെഴുന്നേൽപ്പിച്ചു, അവര് രാവിലത്തെ ആഹാരമൊക്കെ തന്നു. എന്നോട് ചോദിച്ചു, എന്താ തീരുമാനം? ഞാൻ പറഞ്ഞു, തീരുമാനമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ ജീവിക്കാനാ തീരുമാനം. എന്നിട്ട് രാത്രി മുഴുവനും ഞാൻ ആ കരഞ്ഞതും നിലവിളിച്ചതൊക്കെ ഞാൻ മറന്നുപോയി. കാരണം അനുദിനവും നമ്മൾ ഉപയോഗിക്കുന്ന ലഹരിയുടെ ആഴങ്ങൾ പിടിക്കപ്പെട്ടത് കൊണ്ട്, ഭ്രാന്തമായ അനുഭവത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് ഞാൻ എന്താ തീരുമാനിച്ചതെന്നുള്ളത് എന്റെ ഓർമ്മയിലില്ലാതെ പോയി. പക്ഷെ ആ പകൽ എന്നോട് എന്റെ ഒരു കൂട്ടുകാരന്റെ വൈഫ് വന്നിട്ട് എന്നോട് പറഞ്ഞു, അജോ, നിങ്ങൾക്ക് പോകാനുള്ള വണ്ടിക്കൂലി ഞാൻ തരാം, നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മാതാപിതാക്കളുടെ അടുക്കലേക്ക് പോകും, അവിടെയാണ് നിങ്ങൾക്ക് വിടുതലുള്ളത്, അവര് നിങ്ങളെ ചേർത്ത് പിടിക്കും, അവരൊരിക്കലും തള്ളിക്കളയത്തില്ല, അവര് പ്രാർത്ഥിക്കുന്നവരാണ്, ഞങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ദൈവത്തെ ആരാധിക്കുവാനിടയായി തീർന്നത് എന്ന് പറയുവാനിടയായി. പക്ഷെ ഞാനത് കേട്ടു, ശരി, ഓക്കെ, നീ പൈസ താ, ഞാൻ പോകാം എന്ന് പറഞ്ഞ് ക്യാഷ് മേടിച്ച് കോട്ടയം ടൗണിലേക്ക് വന്നപ്പം കൈയും കാലും മറയ്ക്കാൻ തുടങ്ങി. ശരീരം
പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത അനുഭവമായി. അടുത്ത ബാറിലേക്ക് കയറി ആ കിട്ടിയ പൈസയ്ക്ക് മുഴുവൻ കുടിച്ച് കഞ്ചാവ് മേടിച്ച് വലിച്ച് കടത്തിണ്ണയിൽ കിടന്ന് അവിടെ ഉറങ്ങി. പിന്നെ അങ്ങോട്ട് വീട്ടിലോട്ടും കയറുവാൻ കഴിയാതെ, മാതാപിതാക്കളെ എടുക്കാൻ പോകുവാൻ കഴിയാതെ, രാവിലെ തൊട്ട് രാത്രി വരെ ടൗണിലൂടെ വലഞ്ഞു തിരിഞ്ഞ് മാർക്കറ്റിലും ഒക്കെ പോയി അതും തിന്ന് ഇതും തിന്ന് ഇങ്ങനെ നടക്കും. രാത്രിയാകുമ്പോൾ ഏതെങ്കിലും വാഹനങ്ങൾ, പ്രൈവറ്റ് വാഹനങ്ങൾ ഒതുക്കിയിടുമ്പോൾ ആ വാഹനത്തിൽ കയറി കിടന്ന് ഉറങ്ങും. രാവിലെ എഴുന്നേറ്റ് ഏതെങ്കിലും ആറ്റിൽ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വീണ്ടും പഴയ പോലെ ഇങ്ങനെ 1 വർഷത്തോളം കോട്ടയം ടൗണിനകത്ത് 1 വർഷത്തോളം ജീവിച്ച് ആകപ്പാടെ വല്ലാത്തൊരു സ്റ്റേജായി. കൂട്ടുകാർ നോക്കാതെയായി. നമ്മളെ ഏറ്റവും അധികം സ്നേഹിച്ച് കൂടെ കൊണ്ടുവന്നവരെല്ലാവരും മറന്നു കളഞ്ഞു. ആർക്കും എന്നോട് കൂടെ അടുത്തു വരാൻ താല്പര്യമില്ലാതെയായി. അങ്ങനെ ഇരിക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, വാഹനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു, ഇനിയൊരു വണ്ടി വാടകയ്ക്ക് എടുത്ത് ഓടിക്കാം. അങ്ങനെ ഒരു വാഹനം വാടകയ്ക്ക് കിട്ടി. പക്ഷെ അത് മുന്നോട്ട് ഓടിച്ചു കൊണ്ടുപോകുമ്പോൾ ചില ഇടവഴികളിലൊക്കെ വരുമ്പോൾ റിവേഴ്സ് ഗിയർ ഇട്ട് വേണം നമുക്ക് വണ്ടി പുറകോട്ട് എടുക്കാൻ. പക്ഷെ റിവേഴ്സ് ഗിയർ എന്ത് ചെയ്താൽ ഞാനിട്ടാ വീഴത്തില്ല. വേറെ ആരെങ്കിലും വന്ന് ആ വണ്ടിയുടെ റിവേഴ്സ് ഗിയർ ഇടുമ്പോ ആ റിവേഴ്സ് ഗിയർ വീണ് വണ്ടി പുറകോട്ട് പോകും. അങ്ങനെ പോയപ്പോ എനിക്ക് മനസ്സിലായി വണ്ടി ഓടിലൊന്നും നടക്കത്തില്ല. ആ പരിപാടി ഉപേക്ഷിച്ചു. തിരിച്ചു മാതാപിതാക്കളുടെ അടുക്കലേക്ക് എങ്ങനെയൊക്കെ ആരൊക്കെയോ സഹായിച്ചത് കൊണ്ടോ എങ്ങനെയൊക്കെ അവരുടെ അടുക്കൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഒരു ഇളയ പുത്രൻ എല്ലാം നഷ്ടപ്പെടുത്തി വന്നതുപോലെ, നഷ്ടപ്പെടുത്തിയിട്ട് വരുമ്പോൾ ആ ഇളയ പുത്രനെ അപ്പൻ സ്വീകരിച്ചതുപോലെ അവരെന്നെ സ്വീകരിപ്പാനിടയായി തോന്നും. അവിടെ ചില നാളുകൾ അവിടെ കഴിഞ്ഞു. അവിടെയുള്ള ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ വേറെ ഒരിടവും എനിക്ക് പോകാൻ നിർവാഹമില്ല. എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല, എനിക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ള ജീവനില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ കഞ്ചാവുണ്ട്, മറ്റുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉണ്ടെങ്കിലും അത് കഴിക്കുന്നതല്ലാതെ ഇവരുടെ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ഒരു ആശ്വാസം. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് കുറച്ചു നാൾ നീങ്ങിയപ്പോൾ എനിക്ക് തോന്നി, ഇവിടെ നിന്നാൽ ഒരിക്കലും എനിക്ക് രക്ഷ പ്രാപിക്കാൻ പറ്റത്തില്ല. വീണ്ടും ഞാൻ കോട്ടയം ടൗണിലേക്ക് വീണ്ടും കടന്നു പോകുവാനിടയായി തോന്നുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, ആരും കാണുന്നില്ല, ആരും എന്നോട് മിണ്ടുന്നില്ല. അങ്ങനെയൊക്കെ വന്നപ്പോൾ എനിക്ക് പിന്നെ നിലനിൽപ്പില്ലെന്ന് കണ്ട് വേഗത്തിൽ ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ അടുത്ത് ചെന്നു. ഞാൻ അവരോട് കൂടി ഇരിപ്പാനിടയായി തോന്നുന്നു. എൻ്റെ ദുശീലങ്ങളൊക്കെ പയ്യെ പയ്യെ മാറുവാൻ തുടങ്ങി. സാധാരണ ഇത്രയും അധികമായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തി അത് ഒരു ഡോക്ടറുടെ അടുത്ത് ചെന്ന് ട്രീറ്റ്മെന്റ് ചെയ്താലേ ഉള്ളൂ പയ്യെ അത് മാറത്തുള്ളൂ. അങ്ങനെയാണ് കൂടുതലും കേട്ടുകേഴ്വിയുള്ളത്. പക്ഷെ പ്രാർത്ഥനയുടെ മധ്യത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ഒരുപാട് ദൈവദാസന്മാരുടെ സമക്ഷം അവര് പ്രാർത്ഥിക്കുമ്പോൾ ചിലർ വന്ന് എന്നെ പിടിച്ച് അവരുടെ നടുവിൽ ഇരുത്തും. അങ്ങനെയുള്ള പ്രാർത്ഥനയിൽ സ്വതന്ത്രമൊന്നും പറയത്തില്ല, ഒന്നും കൈയൊട്ടത്തില്ല, മനസ്സുകൊണ്ട് ദൈവത്തോട് അടുത്ത് ചെല്ലത്തില്ല. പക്ഷെ അവരുടെ പ്രാർത്ഥനയിൽ കണ്ണു തുറന്നു നോക്കി ചിരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിന്റെ ഒരു പരിപാലനം, ദൈവത്തിന്റെ ഒരു കരസ്പർശം എന്റെ മേൽ വീഴുവാനിടയായി തോന്നുന്നു. പയ്യെ സാവധാനം മദ്യപാനം നിർത്തി, പയ്യെ കഞ്ചാവ് വലി നിർത്തി, മറ്റ് ലഹരി പദാർത്ഥങ്ങളിലേക്കൊക്കെ പോകാതെ അതൊക്കെ പയ്യെ കുറച്ച്. പിന്നീട് ഏകദേശം ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ ഞാനൊരു ഫ്രീഡം അനുഭവിക്കുന്നത് പോലെ ലഹരി ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഞാൻ ആ കൂട്ടായ്മയിൽ നിന്ന് കടന്നു വരുവാനിടയായി തീർന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ പിതാവ് ഒരു ചർച്ച് മിനിസ്ട്രി ഓപ്പൺ ചെയ്തു. ആ ചർച്ച് മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ പലരും കടന്നു വരാൻ തുടങ്ങി. എന്നാൽ അവിടുത്തെ സഭയുടെ സ്നേഹവും വാത്സല്യവും ദൈവജനത്തിന്റെ കരുതലും ഒക്കെ അനുഭവിക്കാൻ തുടങ്ങി. ദൈവത്തോട് അധികം അടുത്തു വരുവാൻ തുടങ്ങി. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് മാതാപിതാക്കന്മാർ ഇങ്ങനെ പറഞ്ഞു, ഇനി ഇവനെ ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല, ഇവനൊരു വിവാഹം ഒരുക്കി കൊടുക്കണം. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, നിങ്ങൾ ദയവ് ചെയ്ത് എനിക്ക് അങ്ങനെ ഒരു കാര്യം ക്രമീകരിക്കരുത്, ഞാൻ അതിന് ഒരുക്കമായിട്ടില്ല, എന്നെ എൻ്റെ വഴിക്ക് വിട്, ഞാൻ പിന്നീട് പറയാം എന്ന് പറയുമ്പോഴും അവിടെ വരുന്ന ശുശ്രൂഷകരോട് പറയും, നല്ല പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വേഗത്തിൽ ഒരു വിവാഹം ആലോചിക്കണം. എൻ്റെ മോൻ ഇങ്ങനെ നിൽക്കുന്നു, അവന്റെ കാര്യം കഴിഞ്ഞിട്ട് വേണം ഇളയവനോട് ഉള്ള ക്രമീകരണം ചെയ്യുവാൻ. കാരണം ഞാൻ അവരോട് പറയും, നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ വിവാഹത്തിന് വേണ്ടി നിങ്ങൾ ഒരുക്കരുത്, എനിക്ക് താല്പര്യമില്ല, ഞാൻ അതിന് പ്രിപ്പയർഡ് ആയിട്ടില്ല, എൻ്റെ ശരീരം വീക്കാണെന്ന് പറഞ്ഞ് അവരെ ഒതുക്കുകയും ഒഴിവാക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ മുന്നോട്ട് വരുമ്പോൾ കുറച്ച് നാളും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനത് ഫ്രീ ആകുക മൊത്തം. അവരുടെ കൂടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ ഭയങ്കര ഫ്രീഡമാണ്. പറഞ്ഞാൽ നമ്മുടെ അതുവരെയുള്ള നമ്മുടെ
ചിന്തകൾക്കൊക്കെ വ്യത്യാസം വരുന്നു. അതുവരെയുള്ള നമ്മുടെ ജീവിത പ്രശ്നങ്ങളൊക്കെ മാറുന്നു. അതുവരെയുള്ള നമ്മുടെ ആ ഹൃദയകാടിനൊക്കെ പയ്യെ അഴിയാൻ തുടങ്ങുന്നു. ദൈവത്തെ സ്തോത്രം ചെയ്യാൻ തുടങ്ങുന്നു, പാട്ടുപാടാൻ തുടങ്ങുന്നു, ബൈബിള് കയ്യിലെടുക്കാനുള്ള ഒരു ചിന്ത തോന്നുന്നു. പിന്നീട് ആ ദൈവവചനം ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന അനുഭവത്തിലേക്ക് വന്നു. അങ്ങനെ വരുമ്പോഴും ഹൃദയത്തിനകത്ത് കഴിഞ്ഞ കാല അനുഭവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി വരും. ഇങ്ങനെ കയറി വരുമ്പോഴും ഞാൻ ഇങ്ങനെ പറയും, ഞാൻ ശരിയായിട്ടില്ല, പൂർണ്ണതയുള്ള ഒരു വ്യക്തിത്വമായിട്ടില്ല, എനിക്ക് പൂർണ്ണതയാകാതെ എനിക്കൊരു വിവാഹം നിങ്ങൾ ആലോചിക്കരുത്. പക്ഷേ എന്റെ മാതാപിതാക്കൾ അവരിങ്ങനെ പറയുവാനിടയായി തോന്നുന്നു, നിങ്ങൾ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, പ്രായം മുന്നോട്ട് പോവുകയല്ലേ, വേഗത്തിൽ ഒരു വിവാഹം കഴിക്കണം, അതിന്റെ ക്രമീകരണങ്ങൾ ചെയ്യണം. പറയട്ടെ, ഒരു ദൈവദാസിയെ തിരുവനന്തപുരത്ത് നിന്ന് ഒരു ദൈവദാസിയെ ശുശ്രൂഷയ്ക്കായി കടന്നു വരുന്നു എന്നറിഞ്ഞപ്പോ എന്റെ മാതാപിതാക്കൾ പറഞ്ഞു, ഇത്രത്തോളം നീ അനുഗ്രഹിക്കപ്പെട്ട് മുന്നോട്ട് വരികയാ, നിന്റെ മേൽ പഴയ ആ ഒരു അഭിഷേകവും ആത്മധൈര്യവും ഒക്കെ ദൈവം നിനക്ക് തരുന്നുണ്ട്. പക്ഷെ നീ ഇന്ന് മുതൽ ആ ദൈവസന്നിധി ഇരിപ്പാൻ തയ്യാറാകുന്നുവെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ഒരു നല്ലൊരു പെൺകുട്ടിയെ ആലോചിക്കാം എന്ന് പറയുവാനിടയായി. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു വിശ്വാസിയായിട്ട് ഒരു ഹോളിന്റെ ഒരു മൂലയിൽ ഇരുന്ന് സ്തോത്രം ചെയ്യുന്നതല്ലാതെ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോളാം, അല്ലാതെ കർത്താവിന്റെ വേല ഒരിക്കലും ഞാൻ എടുക്കത്തില്ല. കാരണം വേദപുസ്തകം പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് അത് കാല് കവച്ച് പോയ ഒരു അനുഭവം എനിക്കുണ്ട്. അതെന്റെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയും, ഇത് ചുമന്ന് ഇതുമായിട്ട് ശുശ്രൂഷ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ഒരിക്കലും താല്പര്യപ്പെടുന്നില്ല. പക്ഷെ എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ഒരു മൂലയിലിരുന്ന് സാധാ വിശ്വാസിയായിട്ട് ഒരു മൂലയിൽ ഒതുങ്ങിയിരുന്ന് ജീവിച്ചോളാം എന്നൊക്കെ എന്റെ മാതാപിതാക്കളോട് പറഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവിടെ ക്ഷണിക്കപ്പെട്ടതായ ദൈവദാസി ജ്യോതിസ് എന്നാണ് ആ പുള്ളിക്കാരിയുടെ പേര്, ആ ദൈവദാസി കടന്നു വരുവാനിടയായി തീർന്നു. പുള്ളിക്കാരി വന്നു, അവര് ചേർത്ത് പിടിച്ചു, അല്പ ചായയും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. അങ്ങനെ ഇരിക്കുമ്പം ആ സിസ്റ്റർ എന്നോട് വന്നിട്ട് പറഞ്ഞു, മോനെ നീ ആരാധനയ്ക്ക് വരുവോ? ഞാൻ പറഞ്ഞു, ഞാൻ വരും, പക്ഷെ ഞാൻ ഇരിക്കുകയല്ല, അല്പം ഒരുപാട് നേരമൊന്നും ഇരിക്കാൻ എനിക്ക് പറ്റത്തില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് പോകും, അത് കുഴപ്പമില്ല, നീ വന്നിരിക്കെ. അങ്ങനെ ആരാധന തുടങ്ങി, സ്റ്റാർട്ടിങ് ചെയ്തു. ആരാധന കഴിഞ്ഞ് ആ ശുശ്രൂഷയ്ക്ക് ദൈവദാസിയെ ശുശ്രൂഷയ്ക്ക് ആരമേൽപ്പിച്ച് ആ ദൈവദാസി കയറി നിൽക്കുമ്പോൾ ഞാൻ ഏറ്റവും പിന്നിൽ ആരും അറിയാതെ ഒതുങ്ങിയിരിക്കുക. കാരണം ആരും അറിയാതെ സ്വല്പമായിട്ട് ബീഡി വലിക്കും, ചെറുതായിട്ട് മദ്യപിക്കും, ആർക്കും അറിയാൻ മേലായിരുന്നു. ഒരു പരിധി വരെ എല്ലാരും നോക്കുമ്പോൾ ഞാൻ പൂർണ്ണനാണ്, എനിക്ക് മദ്യമില്ല, മയക്കുമരുന്നുകളില്ല. പെട്ടെന്ന് ഇതൊന്നും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ട് ആരും അറിയാതെ, വീട്ടുകാരോ അവിടെ വരുന്ന ശുശ്രൂഷകരോ അല്ലെങ്കിൽ അവിടെ വരുന്ന ദൈവജനമോ അറിയാതെ അല്പമായിട്ട് പയ്യെ, ഞങ്ങൾ താമസിക്കുന്ന ഒരു വാടക കെട്ടിടമാണ്, 5 ഏക്കർ അതിനകത്തൊരു വീടാണ്. കാരണം ആ ചുറ്റോട്ടൊക്കെ റബ്ബറും കാട് പിടിച്ചും ഒക്കെ കിടക്കുന്നതുകൊണ്ട് അവിടെയൊക്കെ പോയിരുന്ന് ഇതൊക്കെ ഉപയോഗിക്കാൻ നല്ല ഒരുക്കങ്ങളാ. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ആ ഒരു തലത്തിലേക്കൊക്കെ പോകുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ആ ദേവദാസ് പറഞ്ഞു, നീ പിൻ സീറ്റ് ഇരിക്കുവാനുള്ളതല്ല, നീ മുന്നിൽ വരണം. അത് തന്നെയല്ല, ആൺപിള്ളേരൊക്കെ മുന്നിൽ വന്നിരിക്കണം. ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് ഇവിടെ ഇരുന്നാലേ ശരിയാകത്തുള്ളൂ, ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് പോകണം. കാരണം ആ ദേവദാസി പറഞ്ഞു, അങ്ങനെയല്ല, നീ മുന്നിൽ വന്നിരുന്നാൽ എഴുന്നേറ്റ് പോകേണ്ടി വരത്തില്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഞാൻ പുറകിലിരിക്കുന്നത് എന്റെ കാലിന് പ്രശ്നമുണ്ട്, കാല് നീട്ടി വെക്കാനാണ്. ഒത്തിരി ഒഴിവുകൾ ഞാൻ പറഞ്ഞു നോക്കിയിട്ടും ആ ദൈവദാസി എന്നെ വിട്ടില്ല. പരിശുദ്ധാത്മാവ് ആ ദൈവദാസിയോട് ഇടപെട്ടത് കൊണ്ട് ആ ദൈവദാസി എന്നോട് പറഞ്ഞു, നിങ്ങളെ അവിടെ ഇരിക്കാൻ ദൈവാത്മാവ് ഇടപെടുന്നില്ല, ഇവിടെ വന്നിരിക്കാൻ ദൈവാത്മാവ് പറയുന്നു. ഞാൻ പറഞ്ഞു, അതൊരു പുൽപ്പറ്റിൽ ഒരു കൃപയില്ലാത്തൊരുവൻ അതിനകത്ത് കയറി നിൽക്കാൻ പാടില്ല, അത് ശരിയല്ല, അത് തെറ്റാ എന്ന് ഞാൻ പറയുവാനിടയെത്തുന്നു. എന്നോട് പറഞ്ഞു, നീ പുൽപ്പറ്റ ഇരിക്കണ്ട, എനിക്ക് ഇരുത്തിയിരിക്കുന്ന ചെയറുണ്ട്, ആ ചെയറിൽ ഞാൻ ഇരിക്കുന്ന സമയത്തോളം നീ ഇരിക്കും. ഞാൻ പറഞ്ഞു, നടക്കത്തില്ല, അതൊരിക്കലും പറ്റുന്ന കാര്യമല്ല. കാരണം ആ ചെയറിൽ ഇരുന്നാൽ പിന്നെ നമുക്ക് ഒരിക്കലും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ പറ്റത്തില്ലെന്ന് എനിക്ക് നല്ല ബോധ്യം ഉണ്ടായി. ഞാൻ പറഞ്ഞു, എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഈ സീറ്റിലിരിക്കാൻ ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം, ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ഞാൻ ഇവിടെ ഇരുന്നോളാം. പക്ഷെ ആ ദൈവാത്മാവിന്റെ ഒരു നടത്തിപ്പ് മുഖാന്തരം ആ ദൈവദാസി പറഞ്ഞു, നീ എഴുന്നേറ്റ് വരത്തില്ല, ഞാൻ അങ്ങോട്ട് എഴുന്നേറ്റ് വരുവാ, ഞാൻ നിന്റെ അടുക്കലേക്ക് വരുവാ. പറഞ്ഞ അത് ആ ദൈവദാസി അടുത്തേക്ക് വരുമ്പോൾ ഞാൻ പയ്യെ എഴുന്നേക്കാൻ തുടങ്ങി, പുറത്തോട്ട് ഓടാൻ ശ്രമിച്ചു. ആ ദൈവദാസി വന്ന് കയ്യിൽ പിടിച്ചു, നീ അവിടെ ഇരിക്കുവാനുള്ളവനല്ല, ഇവിടെ വന്നിരിക്കുന്നു പറഞ്ഞ് ആ ദൈവദാസി ഇട്ടിരുന്ന കസേര എടുത്ത്
ആ പുൽപ്പറ്റയിലോട്ട് ഇട്ടിട്ട് എന്നെ അവിടെ കൊണ്ടിരുത്തി. ആരോ പിടിച്ചു കെട്ടുന്നത് പോലെ ഒരു കരം വന്ന് അവിടെ എന്നെ ഇങ്ങനെ പിടിക്കുവാനിടയായി തോന്നുന്നു. ഞാൻ അവിടെ ഇരുന്നിട്ട് എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്നെ വിറയ്ക്കാൻ തുടങ്ങി. എന്റെ ശരീരമാസകലം ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് പോയി. പക്ഷെ എനിക്ക് അറിയാൻ പറ്റുന്നില്ല ഇത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല. പക്ഷെ ആ ദൈവദാസി ഒരു വചനം എടുത്ത് അതിന്റെ ആദ്യത്തെ പോർഷൻ തുടങ്ങുന്നതിന് മുമ്പ് ആ ദൈവദാസി എന്റെ നേരെ തിരിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു, നിന്റെ ആഗ്രഹം വീടിന്റെയോ ഹോളിന്റെ ഒരു മൂലയിൽ ഇരുന്ന് ദൈവത്തെ ആരാധിക്കാനാ. അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. നിന്നെ കർത്താവ് കണ്ടിരിക്കുന്ന കർത്താവിന്റെ വേലയ്ക്കാ. അതുകൊണ്ട് തന്നെ നീ മടങ്ങി വരണമെന്ന് പറയുവാനിടയെത്തുന്നു. ഞാൻ പെട്ടെന്ന് അത്ഭുതപ്പെട്ടു. ഞാൻ എന്റെ മാതാപിതാക്കളോട് പറഞ്ഞ കാര്യം, എന്റെ മാതാപിതാക്കൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ വക കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതെങ്ങനെ ഇത് വെളിപ്പെട്ടു എന്നറിയാൻ എനിക്ക് മനസ്സിലായി. ദൈവത്തിന്റെ കരം ഇവിടെ ഇറങ്ങിയിരിക്കുക, ദൈവം അത് വെളിപ്പെടുത്തിയിരിക്കുക. അവിടെ എഴുന്നേറ്റ് നിൽക്കാനോ പോകാനോ ഓടാനോ കഴിയാൻ മേലാത്ത രീതിയിൽ ആരോ എന്നെ പിടിച്ചു കെട്ടിയതുപോലെ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഈ ദൈവദാസി പിന്നെ എന്നോട് പറയുക, കർത്താവ് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഏറെ വർഷങ്ങളായിട്ട് എന്റെ ദൈവം നിന്നോട് സംസാരിക്കുന്ന ഒരു ഭാഗമാണ്, ആമേൻ, നീ ദൈവത്തിനുള്ളതാണ്, ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് എന്നറിയാൻ എനിക്ക് മനസ്സിലായി. ഇത് ദൈവത്തിന്റെ കരമാണ്, ദൈവമാണ് എന്നെ പിടിച്ചുവിടെ നിർത്തിയിരിക്കുന്നത്. ഞാൻ അവിടെ ഇരിക്കുവാൻ തുടങ്ങി. ആ ശുശ്രൂഷ ഏകദേശം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ ശുശ്രൂഷയുടെ ഇടയ്ക്ക് എന്റെ ശരീരത്തിൽ കൈവച്ച് എന്റെ മേൽ വാണിരുന്ന ഒരു വ്യാപാരത്തെ ആ ദൈവദാസി ശാസിപ്പാനിടയായി തീർന്നു. അപ്പോൾ തന്നെ എന്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഒന്ന് അഴിഞ്ഞു പോകുന്നത് പോലെ, അടർന്നു പോകുന്നത് പോലെ ഫീൽ ചെയ്യുവാനിടയായി തീർന്നു. അല്പനേരം ആരാധിപ്പാനുള്ള ഒരു ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആരാധിപ്പാൻ തുടങ്ങി. എല്ലാവരും ആരാധിച്ച് നിർത്തിയിട്ടും എന്റെ കൈ അടിച്ചു നിർത്തുവാൻ കഴിയാതെ, എന്റെ കാലുകൾ പിടിച്ചു നിർത്തുവാൻ കഴിയാതെ, എന്റെ ചലനങ്ങളൊക്കെ വേറൊരു തലത്തിലേക്ക് പോയിട്ട് ആരാധനയുടെ ആഴങ്ങളിലേക്ക് ഞാൻ ഇറങ്ങി ചെല്ലുവാനിടയായി തീർന്നു. അന്ന് പകൽ ഞാൻ പറയട്ടെ, അന്ന് പകൽ എന്റെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം വീണ്ടും ചലിക്കുവാനിടയായി തീർന്നു. അന്യഭാഷകളിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനിടയായി തീർന്നു. അതിനോടൊപ്പം നീണ്ട ടൈമുകൾ വാവിട്ട് കരയുവാനിടയായി തീർന്നു. ഞാൻ ഏകദേശം ഒരു 12 വർഷത്തോളം ലോകത്തിന്റെ വിവിധ തലങ്ങളിൽ വിവിധ കാഴ്ചപ്പാടുകൾ ജീവിച്ചൊരു വ്യക്തിയാണ്. പക്ഷെ ആ കാലഘട്ടങ്ങളിൽ എനിക്ക് സംഭവിക്കാത്തതൊന്ന് ആരാധനയിൽ എന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു. ഞാൻ ദൈവത്തിന്റെ വചനത്തെ സ്വീകരിപ്പാനിടയായി, ദൈവത്തിന്റെ ആലോചന ഏറ്റെടുത്തു. കർത്താവിനോട് പറഞ്ഞു, അങ്ങ് എന്റെ മേൽ വാഹനമേറുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്നെ പൂർണ്ണമായ ഒരു വിടുതലിലേക്ക് കൊണ്ടുപോകണം. എനിക്ക് മദ്യമില്ലാതെ, മയക്കുമരുന്നില്ലാതെ, മറ്റു ദൂഷ്യ സ്വഭാവങ്ങൾ ഇല്ലാതെ എനിക്ക് ജീവിക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇന്ന് എന്നെ തൊടുന്നുവെങ്കിൽ പൂർണ്ണമായ ഒരു വിടുതൽ എന്റെ ജീവിതത്തിൽ വെളിപ്പെടണമെന്ന് പറഞ്ഞു. എന്റെ ഹൃദയത്തെ ദൈവത്തിനായി സമർപ്പിക്കുവാനിടയായി തീർന്നു. ആ ശുശ്രൂഷ കഴിഞ്ഞു. അവിടെ വന്നിരുന്ന ദൈവദാസന്മാരെല്ലാം ചില മണിക്കൂറുകൾ എന്നെ നടുക്കിരുത്തി എന്നോട് പറഞ്ഞു, മോൻ അറിയാവുന്നത് പോലെ പ്രാർത്ഥിക്ക്. ഞാൻ പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കാൻ വശമില്ല, ഞാൻ തുടക്കക്കാരനല്ലേ, നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുക, ഞാൻ അതിനകത്ത് സ്തോത്രം ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ അവര് പറഞ്ഞില്ല, മോൻ അറിയാവുന്നത് പോലെ പ്രാർത്ഥിക്ക്. ഞാൻ, കർത്താവേ എന്നെ വിടുവിക്കണമേ, എന്നെ സൗഖ്യമാക്കണമേ, അങ്ങ് എന്റെ കൂടെ ഉണ്ടെങ്കിൽ അങ്ങ് ആരാന്ന് എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണം. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോ ദൈവത്തിന്റെ ആത്മാവിന്റെ തീ എന്റെ മേൽ ഇറങ്ങുവാനിടയായി തീർന്നു. അന്ന് ഞാനൊരു വെളിപ്പാട് കാണുവാനിടയായി തീർന്നു. ഒരു അനർത്ഥത്തെ കുറിച്ച്, ആ ദേശത്ത് സംഭവിപ്പാനിരിക്കുന്ന ഒരു അനർത്ഥത്തെ കുറിച്ച് ഞാനൊരു വെളിപ്പാട് കണ്ടു. അത് ഞാൻ അവരോട് പറഞ്ഞു, ദൈവത്തിന്റെ സന്നിധി ഏൽപ്പിച്ചു കൊടുക്ക്, പരിശുദ്ധാത്മാവ് നിന്നെ വഴി നടത്തുമെന്ന് പറഞ്ഞു. അന്നത്തെ ശുശ്രൂഷകൾ കഴിഞ്ഞു മുന്നോട്ട് കടന്നുപോയി. പക്ഷെ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ആരാധനയൊന്നും ഇല്ലാതെ മാതാപിതാക്കൾ ദൈവത്തിന്റെ വാഗ്ദത്തവും ദൈവത്തിന്റെ ആലോചനകളുമായി പുറത്തേക്ക് ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കടന്നുപോയപ്പോൾ വീട്ടിലാരുമില്ല, പ്രാർത്ഥിക്കാൻ ആരുമില്ല, കൂടെ ഇരിപ്പാൻ ആരുമില്ല. ആ അനുഭവങ്ങളിലേക്കൊക്കെ വന്നപ്പോൾ വീണ്ടും മദ്യപിക്കുന്നില്ല, സിഗരറ്റ് വലിക്കുന്നില്ല, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നില്ലെങ്കിലും ബൈബിൾ വായിക്കാതെ ദൈവമായിട്ട് പറ്റിയിരിക്കാൻ കഴിയാതെ ഹൃദയം വീണ്ടും കഠിനപ്പെടുവാനിടയായി തീർന്നു. മാതാപിതാക്കൾ വരുമ്പോൾ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ പറയും, ഞാൻ പ്രാർത്ഥിച്ചതാണ്, പകരന്തിയോളം ഞാൻ പ്രാർത്ഥിച്ചു, ഇനി നിങ്ങൾ പ്രാർത്ഥിച്ചോളം പറഞ്ഞ് ഞാൻ അതിനകത്തൊന്ന് ഒഴിയും. അങ്ങനെയൊക്കെ മുന്നോട്ട് കടന്നുപോയപ്പോൾ വീണ്ടും എനിക്ക് ആലോചനകൾ വെളിപ്പെടുവാൻ തുടങ്ങി. എനിക്കൊരു വിവാഹത്തിന്റെ കാര്യക്രമീകരണങ്ങൾ വന്നു. ആ സമയത്ത് തിരുവനന്തപുരത്തു നിന്ന് എനിക്കൊരു ആലോചന വന്നു.
ആലോചന വരുന്നതിന് മുമ്പ് ചില നാൾ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ രാത്രിയിൽ എന്നോട് എന്റെ പിതാവ് പറയും, നിനക്ക് ഒരു നല്ലൊരു വിവാഹം വെളിപ്പെടണമെങ്കിൽ നീ രാത്രി 12 മണി മുതൽ പ്രാർത്ഥനയിൽ ഇരിക്കണം. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അനുഭവപ്പെടുന്ന ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പെൺകുട്ടി വന്ന് നിൽക്കുന്നത് കാണാം. ശാസിച്ചാൽ അത് മാത്രം പോകുകയല്ല. ഞങ്ങൾ അന്ന് താമസിച്ചിരുന്ന ആ ബിൽഡിങ്ങിന്റെ സൈഡിലായിട്ട് ഒരു ഹോളുണ്ട്. ആ ഹോളിനകത്തേക്ക്, ബിൽഡിങ്ങിനകത്തുനിന്ന് ഹോളിലേക്കും ഹോളിൽ നിന്ന് വെളിയിലേക്കും പോകുവാൻ 2 വരി സ്റ്റെപ്പുണ്ട്. ഞാൻ ശാസിക്കുമ്പോൾ ഞാൻ കാണുന്നത് ആ പെൺകുട്ടി വന്ന് വെളിയിലേക്ക് നോക്കി പുറം തിരിഞ്ഞിരിക്കുന്ന അനുഭവമാണ് കാണുന്നത്. ഞാനിത് പലതവണയായിട്ട് പറഞ്ഞിട്ടും എനിക്ക് മുഖമൊന്നും കാണാൻ മേല, ബൈക്ക് എനിക്ക് നന്നായിട്ട് കാണാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, എന്തുകൊണ്ട് ഞാൻ ശാസിച്ചിട്ട് പോകുന്നില്ല? ഞാൻ ക്ലിയർ അല്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും ഞാൻ ശാസിച്ചിട്ട് പോകാത്തതെന്നുള്ള ചിന്ത എനിക്ക് വന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ട്രിവാൻഡ്രം നെയ്യാറ്റിൻകരയ്ക്കടുത്ത് കുന്നത്തുകാൽ അതിന് അടുത്തൊക്കെ ഒരു വീട്ടിൽ ഒരു പെൺകുട്ടിയെ ആദ്യമായി കാണുവാൻ കടന്നുപോയി. നമ്മൾ സാധാരണ ഒരു യുവാവ് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പാകപ്പെടുത്തി ചിന്തയിലൊക്കെ ഒരുങ്ങും. പക്ഷെ ഞാൻ അതൊന്നും ചെയ്തില്ല. ഞാൻ ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ, ദൈവമാണെങ്കിൽ അത് വരട്ടെ. കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കുന്ന ഒരാളായിരിക്കണം, വേറൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷെ അവിടെ ചെന്നു കണ്ടു. മുഖം കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല, അന്ന് കണ്ടല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങ് മാറിയപ്പോഴത്തേക്ക് ഈ പെൺകുട്ടി തിരിഞ്ഞു പോയപ്പം ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ ഞാൻ കണ്ടത് ഇങ്ങനെയാണ്. ഞാൻ എന്നും രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ഒരു പെൺകുട്ടിയെ കാണും. ആ പെൺകുട്ടിയെ ഞാൻ ശാസിക്കും. പക്ഷെ അതെന്ത് ചെയ്യുന്നു? അത് പോയി ആ സ്റ്റെപ്പിൽ പോയി ഇരിക്കുന്നു. അതിന്റെ പിൻഭാഗം എനിക്ക് നന്നായിട്ട് കാണാമായിരുന്നു. കാരണം ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ നിന്ന് ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചു. അന്നേരം നിന്നു. എന്നിട്ട് ഞാൻ എന്റെ അമ്മയോട് പറയുന്നു, ഈ പെൺകുട്ടീനെയാണ് ഞാൻ പതിവായി രാത്രി ശാസിക്കുമ്പോ ഇത് പോയി നമ്മുടെ അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് ഞാൻ കാണുമായിരുന്നു. എന്നാൽ പറയട്ടെ, ഈ വ്യക്തിത്വം എന്റെ പ്രിയപ്പെട്ടവൾ ഇങ്ങനെ പറയുകയാണ്, 2 വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പിന്മാറ്റത്തിൽ ലോക ചിന്തയിൽ മുഴുകി ലോക ജീവിതത്തിൽ ജീവിക്കുന്ന കാലഘട്ടങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രിയപ്പെട്ടവൾക്ക് ഒരാലോചന കൊടുത്തു. ആ ആലോചന ഇങ്ങനെയാണ്: എറണാകുളം റൂട്ടിൽ ഒരു മയിൽക്കുറ്റിയിൽ കിലോമീറ്റർ കൊടുത്തിട്ട് ജോയി എന്ന ഒരു പേര് അവസാനം വരുന്ന ഒരു വ്യക്തിത്വമാണ് എന്ന് ഇങ്ങനെ വെളിപ്പെടുവാനിടയായി തോന്നുന്നു. പ്രിയപ്പെട്ടവർ 2 വർഷമായി ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. കാരണം ഞാനിങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എന്നോട് ആ വ്യക്തി എന്നെ കാണിക്കുവാൻ കൊണ്ടുപോയ ആന്റിയിലൂടെ പ്രിയപ്പെട്ടവൾ ചോദിച്ചു, ഫുൾ നെയിം എന്തെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അജോമോൻ ജോയി എന്നാകുന്നു. എവിടെയാ താമസിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അതുവരെ കോട്ടയം ടൗണിൽ താമസിച്ച ആ കാലഘട്ടത്തിൽ നിന്ന് പെട്ടെന്ന് എങ്ങനെയോ വഴിതെറ്റിയതുപോലെ എങ്ങനെയോ വന്ന് എറണാകുളം റൂട്ടിൽ, കോട്ടയം ജില്ല തന്നെയാണ്, എറണാകുളം റൂട്ടിൽ കടുത്തുരുത്തി എന്ന് പറയുന്ന ദേശത്ത് മാതാപിതാക്കൾ വന്ന് താമസിക്കുവാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാനും ആ സ്ഥലത്തേക്ക് വരുന്നത്. ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവർ പറഞ്ഞു, എനിക്ക് ദൈവം തന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ പേര്, നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം, ഇത് ദൈവഹിതമാണെന്ന് പറയുവാനിടയായി തുറന്നു. ആ ദൈവഹിത പ്രകാരം വിവാഹമൊക്കെ ആലോചിച്ച് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് വിവാഹം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കഴിയുന്നത് വരെ ആർക്കും അറിയത്തില്ലായിരുന്നു ഞാൻ ശരിയായ ഒരു വിശ്വാസിയായിരുന്നു എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ശരിയായ വിശ്വാസം അല്ലായിരുന്നു എന്നുള്ളത് ആർക്കും അറിയത്തില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ചില ആൾക്കാർ ഇങ്ങനെ പറയും, മത്സ്യത്തിന്റെ അടുക്ക ചെല്ലുമ്പോൾ ഒരു ഭാഗവും പാമ്പിന്റെ അടുക്ക ചെല്ലുമ്പോൾ മറുഭാഗവും കാണിക്കുന്ന ഒരു മത്സ്യം, മനഞ്ഞിൽ എന്ന് പറയുന്നത് പോലെ ഉള്ള ഒരു അനുഭവമായിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവ പൈതലാണോ എന്ന് ചോദിച്ചാൽ ദൈവ പൈതലാണ്, എന്നാൽ ദൈവ പൈതലല്ല. തികഞ്ഞ ഒരു കൃപയുള്ള ആളാണോ എന്ന് ചോദിച്ചാൽ ആണെന്നും പറയാം, അല്ലെന്നും പറയാം. എന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെയും നടുക്ക് എവിടെയോ അകപ്പെട്ടതുപോലെ. ആ കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവളോട്, അവരുടെ വീട്ടുകാരോട് കല്യാണത്തിന് മുമ്പ് എൻ്റെ മാതാപിതാക്കൾ ഇങ്ങനെ പറഞ്ഞു, കല്യാണ ശേഷം കർത്താവിന്റെ വേല ചെയ്യുവാനാണ് അവന്റെ താല്പര്യം എന്ന് പറയുവാൻ ഇടയായി. ഇതൊന്നും ഞാൻ അറിഞ്ഞതല്ല. പക്ഷെ വീട്ടിൽ വന്നു, കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം എൻ്റെ പ്രിയപ്പെട്ടവൾക്ക് മനസ്സിലായി, ഞാനൊരു വിശ്വാസി പോലുമല്ല, ഒരു പാസ്റ്റർ അല്ല, ഒരു ദൈവകൃപയിൽ ആഴമായി ദൈവത്തെ സ്നേഹിക്കുന്ന ആളല്ല, ഒരുപാട് കഷ്ടപ്പെടേണ്ടതായിട്ടുണ്ട്. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ടവളെ എന്നിലേക്ക് വിടുമ്പോഴത്തേക്ക് പ്രിയപ്പെട്ടവളോട് ദൈവാത്മാവ് ഇടപെട്ടൊരു കാര്യമുണ്ട്: വളഞ്ഞതിനെ നേരെയാക്കുവാനാണ് ഞാൻ ഈ കൂടാരത്തിലേക്ക് നിന്നെ അയക്കുന്നത്. കാരണം ശരിയായിട്ട് എന്നെ കുറിച്ചുള്ളൊരു ലഘു കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവളോട് ദൈവം സംസാരിച്ചിരുന്നു.
കല്യാണം കഴിഞ്ഞു മുന്നോട്ട് വന്നു. കുറച്ച് ദിവസങ്ങൾ ആദ്യത്തെ ആ കാലഘട്ടമൊക്കെ കുറച്ച് ദിവസങ്ങൾ അവരോടുകൂടെ പ്രാർത്ഥനയ്ക്കൊക്കെ ഇരുന്ന് ഞാൻ വലിയ ഭക്തനാണെന്ന് വെളിപ്പെടുത്തി അങ്ങനെ ഇരിക്കുമ്പോൾ വീട്ടിലൊരു 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുന്ന സമയം. ഉപവാസ പ്രാർത്ഥനയിൽ നമുക്ക് ഉപവസിക്കാം, മുന്നോട്ടുള്ള ശുശ്രൂഷയിൽ ഫോക്കസ് ചെയ്യേണ്ട നമുക്ക് ഉപവസിക്കാമെന്ന് എന്റെ പ്രിയപ്പെട്ടവർ പറയുവാനിടയായി. ഞാനന്ന് അവരെ ഭയപ്പെടുത്തി. കോട്ടയം ടൗണിലായിരുന്നപ്പോൾ പോലീസുകാർ വന്ന് പിടിച്ചുകൊണ്ട് പോയാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അറിയാം ഇന്നയാളാണെന്ന് എല്ലാവർക്കും അറിയാം. കടുത്തുരുത്തിയിൽ വന്ന് പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയാൽ അത് ഇവിടുത്തെ ദൈവസഭയ്ക്കും എൻ്റെ അപ്പനും എൻ്റെ അമ്മയ്ക്കും എന്നെ സ്വീകരിച്ച എൻ്റെ ഭാര്യയ്ക്കും അത് മോശമാണെന്ന് പറഞ്ഞ് 3 മാസങ്ങൾക്ക് മുമ്പ് അവധിക്ക് വെച്ചൊരു കേസ് നിലവിൽ വാറണ്ടായി എന്ന് പറഞ്ഞ് ആ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാതെ ഞാൻ അവിടുന്ന് അപ്പന്റെ കയ്യിൽ നിന്ന് ഒരു 1000 രൂപ വാങ്ങി മുന്നോട്ട് പോകുവാനിടയായി തോന്നു. പക്ഷെ പോകുന്ന വഴിയിൽ ഒരു എയർപോർട്ട് വണ്ടി വന്ന് എന്നെ ഇടിക്കുവാനിടയായി. അങ്ങനെ ഇടിച്ചു, ഞാൻ വഴിയിൽ തെറിച്ചു വീണു. എന്റെ തലയ്ക്കകത്ത് തലച്ചോറിനെ നിയന്ത്രിക്കുന്ന ഒരു ലിക്വിഡും ചെവിക്കല്ല് പൊട്ടി രക്തവും ഇത് രണ്ടും ഒരുപോലെ പുറത്തേക്ക് തള്ളുവാനിടയായി തീർന്നു. ഒരു രക്ഷയുമില്ല, എഴുന്നേറ്റിരിപ്പാൻ കഴിയുന്നില്ല, ആരും സഹായിക്കുവാനില്ല. റോഡിൽ കിടക്കുമ്പോൾ എന്നെ അറിയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് മാത എന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുവാനും അവിടെ കൊണ്ടുപോയി ആക്കുവാനിടയായി തീർന്നു. അവിടെ വെച്ച് മാതാപിതാക്കളെ വിവരം അറിയിച്ചു. അവര് കടന്നു വന്നു. എന്നെ ട്രീറ്റ്മെന്റിനായിട്ട് അവര് അകത്തേക്ക് കൊണ്ടുപോയി. ചെക്ക് ചെയ്തപ്പോൾ ഈ തലയോട്ടി ഓപ്പൺ ചെയ്ത് ഒരു സർജറി നടത്തിയാൽ മാത്രമേ ഉള്ളൂ ഒരു വിടുതലാകത്തുള്ളൂ. തലയോട്ടി ഓപ്പൺ ചെയ്ത് സർജറി നടത്തിയില്ലെങ്കിൽ ആള് മരിച്ചു പോകും. എന്നാൽ സർജറി നടത്തിയാലോ ഒന്നെങ്കിൽ കോമ സ്റ്റേജിലായി പോകും, അല്ലെങ്കിൽ ആള് മരിച്ചു പോകും. ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വന്നു. കാരണം ശരീരത്തിൽ വേറെ മുറിവുകളോ വേറെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ശരീരത്തിൽ വേറെ മുറിവുകളോ വേറെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. എന്നാൽ അതിനകത്ത് വരുന്ന ഒരു പ്രശ്നം എന്നു പറഞ്ഞാൽ 2 പേരുടെ ആശ്രയമില്ലാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് നിൽപ്പാൻ കഴിയാത്ത ഒരു അനുഭവത്തിലേക്ക് തലയിലെ തലച്ചോറിനകത്തെ ഈ കോട്ടിങ്, അതിന്റെ ലിക്വിഡ്, നമ്മുടെ ശരീരത്തിന്റെ ബ്ലഡ് എല്ലാം ഇങ്ങനെ ചെവിക്കല്ല് പൊട്ടി പോകുന്നത് കൊണ്ട് എഴുന്നേറ്റിരിക്കുമ്പോൾ തല കിടന്ന് ഇങ്ങനെ കുലുങ്ങുന്ന ഒരു അനുഭവം. എന്റെ ശരീരത്തിൽ മുഴുവനും ലഹരിയുടെ അനുഭവമായിരുന്നത് കൊണ്ട് ഹോസ്പിറ്റലുകാർ തന്നിരിക്കുന്ന മരുന്നുകളോ ഇഞ്ചക്ഷനുകളോ എന്റെ ശരീരത്തിൽ ഉൾക്കൊള്ളാതെ, നമ്മൾ അങ്ങോട്ട് ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ സിറിഞ്ച് ഊരുന്ന കൂട്ടത്തിൽ പൈപ്പ് തുറക്കുന്നത് പോലെ ആ മരുന്ന് പുറന്തള്ളുന്ന അനുഭവങ്ങൾ. അങ്ങനെ ഇരിക്കെ ഒരു ദൈവദാസൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു വേഗം പ്രാർത്ഥിക്കാം. എന്നാൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു, എന്താണ് നിങ്ങൾക്ക് പറയുവാനുള്ളത് പറ. എന്നോട് പറഞ്ഞു, നിങ്ങൾ കർത്താവിനെ രക്ഷിതാവും പിതാവുമായി സ്വീകരിക്കണം. ഇതുവരെ നിങ്ങളുടെ ജീവിതം ദൈവത്തിന് വേണ്ടി ഉള്ളതല്ലായിരുന്നു. നിങ്ങളുടേതായ അനുഭവങ്ങൾ ജീവിച്ചൊരു വ്യക്തിത്വമാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തെ ഹൃദയംഗമായി സ്വീകരിക്കുന്നുവെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളെ ദൈവം തൊട്ട് സൗഖ്യമാക്കുമെന്ന് പറയുവാനിടയായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി പാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, പാസ്റ്റർ പ്രാർത്ഥിക്ക് എനിക്കൊരു വിടുതലാകുവാണ്, തീർച്ചയായിട്ടും ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ നിന്നോളാം. ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല. കാരണം നിങ്ങൾ സ്വാർത്ഥ താല്പര്യം പോലെ ഒരു വിടുതലിന് വേണ്ടി നിങ്ങൾ ഇരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. നിങ്ങളുടെ ഹൃദയം ദൈവസന്നിധിയിൽ ചെന്ന് എന്ന് പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്നാ നിങ്ങൾ പ്രാർത്ഥിക്കണ്ട. അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു. ഒരുപാട് സമയം അവിടെ കിടന്ന് ഇങ്ങനെ ആലോചിച്ചു. ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു, ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടായിരുന്നു, ഒരുപാട് നല്ല ഉയർന്ന നിലവാരങ്ങളിലുള്ള ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. കാരണം ഗുണ്ടാലിസ്റ്റ് പേരുള്ള ഒരു വ്യക്തിക്ക് എപ്പോഴും സപ്പോർട്ട് ഉണ്ടല്ലോ. അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു, സ്വന്തക്കാരുണ്ടായിരുന്നു, ബന്ധുക്കളുണ്ടായിരുന്നു, സഹോദരങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് എൻ്റെ അടുക്കൽ ആകെ എന്നെ കാണുവാൻ വന്നിരിക്കുന്നത് എൻ്റെ അപ്പനും അമ്മയും ഭാര്യയും സഹോദരനും 1-2 വിശ്വാസികൾ മാത്രമേ ഉള്ളൂ. ഞാൻ അവിടെ കിടന്നിങ്ങനെ എൻ്റെ വൈഫിന്റെ മുഖത്ത് നോക്കി. എനിക്ക് സങ്കടം തോന്നി. ഞാനിങ്ങനെ ചിന്തിച്ചു, എന്നെ സ്നേഹിച്ച് ഒരു വിവാഹ ജീവിതത്തിലേക്ക് വന്ന് എൻ്റെ കൂടെ ജീവിക്കുവാൻ വന്ന പെൺകുട്ടി,
2 മാസം തികയുന്നതിന് മുമ്പ് ഞാൻ മരിച്ചു പോയാൽ ഒരു വലിയ ശാപമാണ് അവളെ പിന്തുടരുന്നത് പറഞ്ഞ് അവളെ പരിഹസിക്കുവാനിടയായി തരും. അത് ഒരിക്കലും ചെയ്തുകൂടാ എന്ന് പറഞ്ഞ് എന്റെ ഹൃദയത്തെ ദൈവസന്നിധി പകർന്നു കൊടുത്തു. ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇനി ഒരിക്കലും ഞാൻ ദൈവസന്നിധി വിട്ടു പോകത്തില്ല. ഇനി ഒരിക്കലും ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകത്തില്ല. ഇനി ഒരിക്കലും ദൈവവചനം ഇല്ലാതെ ഞാൻ ജീവിക്കത്തില്ല. കർത്താവ് എന്തു പറഞ്ഞാലും അത് ചെയ്യുവാൻ ഞാൻ തയ്യാറാണ്. എന്റെ ഹൃദയത്തെ ഞാൻ അങ്ങേക്ക് പകരുക. പക്ഷെ ഒരു കാര്യം, എന്നെ ഇന്ന് ഇവിടെ നിന്ന് എഴുന്നേൽപ്പിക്കണം. ആരുടെ ആശ്രയമില്ലാതെ ഒന്ന് എഴുന്നേറ്റ് നിന്ന് അങ്ങേ മഹത്വപ്പെടുത്തുവാനുള്ള ഒരു കൃപ അങ്ങന്റെ ശരീരത്തിൽ ചെയ്താൽ ഇന്നു മുതൽ എന്റെ മരണം വരെയും ഞാൻ കർത്താവിന് വേണ്ടി വേല ചെയ്യുമെന്ന് പറയുവാനിടയായി. അപ്പോൾ തന്നെ എന്നെ വിളിച്ച് കട്ട് ചെയ്ത ദൈവദാസൻ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ ഹൃദയം ദൈവത്തോട് അടുത്തിരിക്കുന്നത് ദൈവം കാണുന്നു എന്ന് പറയുവാനിടയായി. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം, നീ കണ്ണുകളെ അടച്ചു. ഞാൻ ഹൃദയംഗമായി ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, ഇന്നലെ വരെ ഈ കിടക്കുന്ന സമയം വരെ ഞാൻ ദൈവഹിതമില്ലാത്ത വഴികളിൽ നടന്നവനാ. എന്റെ ജീവിതം ദൈവത്തിന് പ്രയോജനപ്പെട്ടില്ല. ഞാൻ പലപ്പോഴായി കടന്നുവരും, വീണ്ടും മടങ്ങിപ്പോകുന്ന അനുഭവങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. പക്ഷെ എനിക്ക് മുന്നോട്ട് കർത്താവിന്റെ വേല ചെയ്യണം. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ ആയിത്തീരുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കർത്താവ് ഇന്ന് എന്നെ വിടുവിക്കണം, ഇന്ന് എന്നെ സൗഖ്യമാക്കണം. ആമേ. എന്റെ ശരീരത്തിൽ അയച്ച മരുന്നുകൾ എനിക്ക് വിടുതലായി മാറാതിരിക്കുമ്പോൾ, ഒരു സന്തോഷമില്ലാതെ, ഒരു നല്ലൊരു ഒരു ദൈവമായുള്ള ഒരു ബന്ധമില്ലാതെ ജീവിച്ചൊരു കാലഘട്ടം. ആ കാലഘട്ടങ്ങളിൽ എന്റെ ജീവിതം ഒരു തകർന്ന് ഈ ഒരു അനുഭവത്തിലേക്ക് വന്നിരിക്കുമ്പോൾ എനിക്ക് ആശ്രയിപ്പാൻ ദൈവമല്ലാതെ മറ്റൊരാളില്ല എന്ന് പറഞ്ഞ് എന്റെ ഹൃദയത്തെ ദൈവസന്നിധി സമർപ്പിക്കുമ്പോൾ ആ ദൈവദാസൻ പ്രാർത്ഥിച്ചു തുടങ്ങി. അപ്പോൾ ഞാൻ അറിഞ്ഞൊരു കാര്യം, എന്റെ തലയിൽ ആരോ ഇങ്ങനെ തൊടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ കണ്ണു തുറന്നു നോക്കി, ആരായിരിക്കും എന്റെ തലയിൽ തൊട്ടത്? ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ എന്റെ വൈഫ് എന്റെ അടുത്തിരിപ്പുണ്ട്, എന്റെ മാതാവും പിതാവും അടുത്തിരിപ്പുണ്ട്, സഹോദരനുണ്ട്, ആ റൂമിലുണ്ടായിരുന്ന കാണാൻ വന്ന 2 വിശ്വാസികളുണ്ട്. അവരല്ലാതെ വേറെ ആരും അവിടെയില്ല. പക്ഷെ ഇവരാരും എന്റെ തലയിൽ തൊട്ടിട്ടില്ല. വീണ്ടും ഞാൻ കണ്ണടച്ചു. അപ്പോൾ ഞാൻ വീണ്ടും അനുഭവപ്പെടാനിടയെത്തുന്നു, ഒരു മൃദുവായ തണുത്തൊരു കരം എന്റെ തലയിലൂടെ ചലിക്കുന്നതായി എനിക്ക് മനസ്സിലായി. ആ ചലിക്കുന്ന സമയം എന്റെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നതായി എനിക്ക് മനസ്സിലായി. എന്റെ തലയിലൂടെ ആ കരം ഇങ്ങനെ ചലിച്ചു ഇറങ്ങുവാനിടയായി. അത് തലയിലൂടെ കാലുവരെ തലോടി അടഞ്ഞു കിടന്ന വാതിൽ തുറന്ന് ഒരാൾ പുറത്തു പോകുമ്പോൾ അകത്തിരിക്കുന്ന വ്യക്തിക്ക് പുറത്തു പോകുന്ന ആളെ കാണാൻ പറ്റും. എന്നാൽ ഞാൻ കണ്ടത്, ആ കടന്നുപോയത് സൂര്യനേക്കാൾ അധികം പവറുള്ള ഒരു ദൈവ സാന്നിധ്യം ആ വാതിലിലൂടെ കടന്നു പോകുവാനിടയായി. അപ്പോൾ തന്നെ ഞാൻ ചാടി എഴുന്നേറ്റു, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി, ഉറക്കെ ദൈവത്തെ സ്തുതിക്കുവാനിടയായി, ഉറക്കെ ഹല്ലേലൂയ പറയുവാനിടയായി. എന്റെ സന്തോഷം എങ്ങനെയാണോ അവിടെ ക്രമീകരിക്കേണ്ടത് അപ്രകാരം ദൈവത്തെ ആർപ്പിടുവാനിടയായി. ഏകദേശം 18 ദിവസത്തോളം ഞാൻ ആ ഹോസ്പിറ്റലിൽ ചെലവഴിച്ചതാ. എന്റെ പിതാവ് ശുശ്രൂഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഡോക്ടറെ കയറി കണ്ടപ്പം ഡോക്ടർ പറയുന്നത് അല്പമായിട്ട് ഞാൻ കേട്ടതാ, ഈ സർജറി കൂടാതെ ഇവനൊരു വിടുതലില്ല. ഇനി അഥവാ സർജറിയിൽ കാര്യമായ ക്രമീകരണം ഉണ്ടായില്ലെങ്കിൽ ഇവൻ ഭൂമിയിൽ മാറ്റപ്പെട്ടു പോകും, അല്ലെങ്കിൽ ഒരു കോമ സ്റ്റേജിലേക്ക്, ഒരു ചലനമില്ലാത്തൊരു വ്യക്തി ഇരിക്കുന്നത് പോലെ ഇരിക്കത്തുള്ളൂ എന്ന് പറയുവാനിടയായി. എന്റെ പിതാവ് മുഖം ചുവരോട് ചേർത്ത് കരയുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇനി എനിക്കൊരു ജീവിതമില്ലേ, ഇവിടെ കൊണ്ട് തീർന്നോ എന്ന് ഞാൻ ചോദിച്ചൊരു സമയമുണ്ട്. പക്ഷെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്റെ അപ്പൻ ചിരിക്കുന്നത് ഞാൻ കാണുവാനിടയായി തീർന്നു. ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇത്രയും വലിയൊരു പ്രയാസത്തിൽ കിടക്കുമ്പോൾ എന്റെ അപ്പൻ ആദ്യം കരഞ്ഞു, പിന്നെ ചിരിച്ചു. എന്തായിരിക്കും അത്? പിന്നീട് ഞാൻ ചോദിച്ചപ്പോൾ എന്റെ അപ്പൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നോട് എന്റെ കർത്താവ് പറഞ്ഞു, എന്റെ മക്കളോടുകൂടെ ഞാൻ സ്റ്റേജിൽ കർത്താവിന്റെ സാക്ഷ്യം പ്രസ്താവിക്കുമെന്ന് പറഞ്ഞ ഒരു ദൂത് കേട്ടിട്ടാണ് എന്റെ അപ്പൻ ചിരിച്ചത്. അതിനുശേഷം കടന്നു വന്ന് എന്നോട് പറഞ്ഞു, ഞാൻ പോയി വരാം, നീ ഇവിടെ വിശ്രമിക്കുക എന്ന് പറഞ്ഞു പോകുവാനിടയായി തീർന്നു. അന്ന് ആ ദൈവിക പ്രാർത്ഥനയുടെ മധ്യത്തിൽ എന്റെ മേൽ ഇറങ്ങിയ ആത്മസാന്നിധ്യം, ആ ദൈവത്തിന്റെ വലിയ കൃപ എന്റെ മേൽ ആഴമായി ഇറങ്ങിയപ്പോൾ എന്റെ ശരീരത്തിൽ ഡോക്ടേഴ്സിന് പോലും അവരുടെ ചികിത്സ കൊണ്ട് ഒരു സൗഖ്യം തരുവാൻ കഴിയാതെ കിടന്നിരുന്ന എന്റെ അനുഭവത്തെ ദൈവം
തൊട്ടപ്പോൾ ക്ഷണനേരം കൊണ്ട് എൻ്റെ ശരീരത്തിലൂടെ ഒഴുകിയിറങ്ങിയതായ രക്തവും അതുപോലെ തന്നെ ആ ശരീരത്തിൽ തലയ്ക്കകത്ത് തലച്ചോറിനെ നിയന്ത്രിക്കുന്ന ആ ലിക്വിഡും അതിന്റെ കോട്ടിങ്ങും അതൊക്കെ ദൈവം വീണ്ടും അവിടെ രൂപകൽപ്പന ചെയ്യുവാനിടയായി തീർന്നു. അത് വീണ്ടും അവിടെ ദൈവം വീണ്ടും പുനഃസ്ഥാപിച്ചു. ഡോക്ടേഴ്സുമാർ വന്നു, നഴ്സുമാർ വന്നു, എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ ഞങ്ങൾ തന്ന മരുന്നിന്റെ ബലമാണ് നീ ഇപ്പോ ഈ എഴുന്നേറ്റ് നിൽക്കുന്നത്. നീ അഹങ്കരിക്കരുത്, നിനക്ക് അല്പനേരെ നിൽക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു, നീ പോടി, ഇവിടെ എന്നെ വിടുവിച്ചത് എന്റെ കർത്താവാ എന്ന് പറയുവാനിടയായി തീർന്നു. അവര് ഡോക്ടേഴ്സിനെ വിളിച്ചു, അവര് വന്നു, അവര് പറഞ്ഞു ചെവി ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. ചെവി ക്ലീൻ ചെയ്തു. ചെവിക്കല്ല് പൊട്ടിയിട്ടുണ്ടോ, അത് എങ്ങനെയാ ഇരിക്കുന്നു എന്ന് നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ ചെവിക്കല്ല് പൊട്ടിയിട്ടില്ല, അവിടെ പൊട്ടിയ ഒരു പാട് പോലുമില്ല. അവർക്ക് അത്ഭുതമായി. അവർ ചോദിച്ചു, എന്താ സംഭവിച്ചത്? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ദേവദാസൻ പ്രാർത്ഥിച്ചു, ഹൃദയംഗമായി ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു, ദൈവം എന്നെ തൊട്ടു, സൗഖ്യമായി എന്ന് പറയുവാനിടയായി. അവരപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്കത് വിശ്വസിക്കണമെങ്കിൽ തലച്ചോറിനകത്ത് നിലനിൽക്കുന്ന ലിക്വിഡ് അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യമാകണം. അവര് പല സ്കാനിങ്ങുകൾ എടുത്തു, 3-4 സ്കാനിങ്ങുകൾ എടുത്തപ്പോൾ അതിനുള്ള അതിനകത്ത് തലച്ചോറിനകത്ത് ദൈവം അതിനെ സൃഷ്ടിച്ചിരിക്കുന്നു. അത് ഒരല്പം പോലും ആ ദ്രാവകമോ രക്തമോ ശരീരത്തിൽ എത്ര വേണമോ അത് മുഴുവനും അവിടെ ഉണ്ടായിരുന്നു. ഒട്ടും പുറത്തു പോയതായിട്ട് അവിടെ കാണിക്കുന്നില്ല. അവര് പല സ്കാനിങ് റിപ്പോർട്ടുകൾ എടുത്തു നോക്കി, എല്ലാത്തിലും ഒറ്റ റിപ്പോർട്ടാ, ഒരിക്കലും ആ ദ്രാവകം അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ലാത്തതാ. പക്ഷെ മിനിറ്റുകൾക്കുള്ളിൽ ആ ദ്രാവകം അവിടെ പുനർനിർമ്മാണം ചെയ്തതുപോലെ അതവിടെ വെളിപ്പെട്ടു. ഒരു മുസ്ലിം ഡോക്ടറാണ്, മുഹമ്മദ് മുസ്തഫ എന്ന് പറയുന്ന ഒരു മുസ്ലിം ഡോക്ടറാണ് എന്നെ പരിശോധിച്ച, ഒരു പ്രായമുള്ള അദ്ദേഹം എന്നെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, എന്താ സംഭവിച്ചത്? ഞാൻ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇത് ദൈവമാണ് പ്രവർത്തിച്ചത്. ഞാൻ അവിടെ ആക്സിഡന്റ് ആയിട്ട് കയറിയ സമയത്ത് ഏകദേശം 10 പേരോളം ഇതേ അനുഭവത്തിൽ ആക്സിഡന്റ് ആയിട്ട് അവിടെ ചെന്നിരുന്നു. അതിൽ 8 പേര് മരിച്ചു പോകുവാനിടയായി തീർന്നു. ഒരാള് കാലും കൈയും ഒടിഞ്ഞ് തലയ്ക്ക് ഫ്രാക്ചർ ഉണ്ടെങ്കിലും അത്രയും പ്രശ്നമില്ല. പക്ഷെ അതും ഒരു ദൈവദാസന്റെ മകനായതുകൊണ്ട് വേറെ പ്രശ്നങ്ങളില്ലാതെ ഡിസ്ചാർജ് ചെയ്യുവാനിടയായി തീർന്നു. പക്ഷെ 10ാമത്തെ ആളെന്ന് പറയുന്നത് ഞാനാണ്. എൻ്റെ ശരീരത്തിൽ അവര് തരുന്ന ഒരു മരുന്നും എൻ്റെ ശരീരത്തിൽ ആക്റ്റീവ് ആകുന്നില്ല. കാരണം ശരീരമാസകലം ലഹരിയാണ്. അവരെന്നോട് പറഞ്ഞ ലഹരിക്ക് വേണ്ടിയുള്ള ചികിത്സ കഴിഞ്ഞിട്ട് നമുക്ക് ഈ ട്രീറ്റ്മെന്റ് ചെയ്യാമെന്നാണ്. പക്ഷെ ഇതിന് രണ്ടിനും അവർ ട്രീറ്റ്മെന്റ് ചെയ്യുവാൻ ദൈവം അനുവദിച്ചില്ല. ദൈവം എന്ത് ചെയ്തു? കർത്താവ് തൊട്ട് സൗഖ്യമാക്കുവാനിടയായി. അന്ന് മുതൽ ഞാൻ കർത്താവിന്റെ വേലക്കിറങ്ങി, കർത്താവിനെ ഹൃദയംഗമായി സ്വീകരിച്ചു. ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനിടയായി. കർത്താവിനോട് ഞാൻ പറഞ്ഞ ആ വാക്ക് പോലെ ഇന്നുവരെയും കർത്താവിന്റെ വയലിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ശുശ്രൂഷകൾ ചെയ്ത് കുടുംബമായി കർത്താവിന്റെ വേലയിൽ മുന്നോട്ട് പോകുന്നു. ഞാൻ ഈ സാക്ഷ്യം പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നമുക്ക് മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒറ്റ നാമമേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവിന്റെ. ഞാൻ ഈ പറയുന്ന സാക്ഷ്യം, ഇത്രയും വലിയൊരു സാക്ഷ്യം എനിക്ക് നൽകിയ ഒരു കർത്താവിന്റെ നാമത്തെ കുറിച്ചല്ലാതെ മറ്റൊന്നും പറയുവാനില്ല. ആകയാൽ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ ഏത് പ്രശ്നങ്ങൾക്കും നിങ്ങളുടെ ഏത് വിഷയങ്ങൾക്കും പരിഹാരം നൽകുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. അവൻ സർവശക്തനാണ്. ആ കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. അവന്റെ മുഖം ലജ്ജിച്ചു പോകുവാൻ ആ കർത്താവ് അനുവദിക്കത്തില്ല. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് വേഗത്തിൽ പറയട്ടെ, എന്നെ രക്ഷിച്ച, എന്നെ വീണ്ടെടുത്ത മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കും മറ്റു ദുശീലങ്ങൾക്കും എന്റെ ജീവൻ പോകുന്ന അളവിലേക്ക് കടന്നുപോയപ്പോൾ എന്നെ വീണ്ടും വേർതിരിച്ച് വിളിച്ച് ഇത്രത്തോളം സൗഖ്യം നൽകി, നല്ലൊരു കുടുംബസ്ഥനാക്കി, നല്ലൊരു ശുശ്രൂഷകനാക്കി, ആത്മാവിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ അതിനുള്ള ക്രമീകരണങ്ങൾ എന്റെ പക്കൽ ഏൽപ്പിച്ച് എന്നെ നടത്തി വരുന്ന ആ കർത്താവ് നിങ്ങളെ നടത്തുവാൻ ശക്തനത്രേ. ആകയാൽ നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഏത് വിഷയത്തിനാണോ പ്രാർത്ഥിക്കുന്നത്, ഏത് വിഷയത്തിനാണോ നിങ്ങൾ കരയുന്നത്, ഏത് വിഷയത്തോടുള്ള ബന്ധത്തിലാണോ നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, അതിനകത്ത് നിങ്ങളെ വിടുവിപ്പാൻ ആ കർത്താവ് ശക്തനാ. ആകയാൽ എനിക്ക് ഒരു കാര്യം കൂടെ പറയുവാനുണ്ട്. നാം കർത്താവിന് വേണ്ടി തീരുമാനമെടുത്ത്
എടുത്ത് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരുപക്ഷെ ആദ്യ സമയം ഇറങ്ങിത്തിരിക്കുന്ന സമയം ഒരു നന്മ ഉണ്ടാകണമെന്നില്ല, ഒരു സമൃദ്ധി ഉണ്ടാകണമെന്നില്ല. ഒരുപക്ഷെ നമ്മൾ പഴയ അനുഭവത്തിലൂടെ ആയിരിക്കാം പോകുന്നതെന്നുള്ള ചിന്ത പോലും നമ്മളിൽ ആഞ്ഞടിക്കും. ഞാൻ ഈ വിടുതലൊക്കെ പ്രാപിച്ച് വീട്ടിലേക്ക് വന്ന് അല്പദിനങ്ങൾ എനിക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കി, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. കർത്താവിന്റെ വേല ചെയ്യുവാൻ തുടങ്ങിയെങ്കിലും എന്റെ ജീവിതത്തിൽ ശൂന്യത ഒരുപാട് ഉണ്ടായിരുന്നു. ഒരു നേരത്തെ ആഹാരം കഴിപ്പാനില്ലാതെ, നല്ല വസ്ത്രമില്ലാതെ, നല്ല കയറിക്കിടക്കുവാൻ നല്ല പാർപ്പിടമില്ലാതെ, സഞ്ചരിക്കുവാൻ നല്ല വാഹനമില്ലാതെ, വാടക കൊടുക്കുവാൻ 1000 രൂപ പോലും കയ്യിലില്ലാതെ പട്ടിണി കിടന്ന് ഒരുപാട് കാലഘട്ടങ്ങളുണ്ട്. എന്നാൽ അതിനകത്ത് ദൈവം ചെയ്ത ഒരു അത്ഭുതം എന്തെന്ന് പറഞ്ഞാൽ, ഒരിക്കൽ ഞങ്ങളൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുമ്പോൾ ഒരു നേരത്തെ ഒരു നാഴി അരി മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ. അന്ന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ വന്ന് പറഞ്ഞു, ഒരു നാഴി അരിയേ ഉള്ളൂ, ഇനി നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് നമുക്കറിയത്തില്ല. ഞാനിങ്ങനെ പറഞ്ഞു, കർത്താവ് കരുതും, വിളിച്ചു വേർതിരിച്ച ദൈവം വിശ്വസ്തനാ, വഴിയിൽ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല, പട്ടിണി കടത്താൻ ദൈവം അനുവദിക്കത്തില്ല എന്ന് പറയുവാനിടയായി. അന്ന് പറയും, ആരും എന്നെ വിളിച്ചിരുന്നില്ല, ആരും സഹായിച്ചിരുന്നില്ല, ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ആ വാക്ക് ഹൃദയംഗമായി ദൈവസന്നിധിയിൽ അർപ്പിച്ച് ഏറെ നേരം ദൈവസന്നിധി കരഞ്ഞപ്പോൾ എനിക്കൊരു കോള് വന്നു. ആ കോള് വിളിച്ചത് എന്റെ സഹോദരൻ തന്നെയാണ്, എന്റെ അപ്പന്റെ ചേട്ടന്റെ മോനാണ്. അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ വേഗത്തിൽ വാ, ഇവിടെ ഒരു പ്രാർത്ഥന നടക്കുന്നു, നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അവിടെ കടന്നു ചെന്നു. അവിടെ കടന്നു ചെല്ലുമ്പോൾ എന്റെ കയ്യിൽ ഒരു നന്മ പോലും ഇല്ല. അവിടെ കടന്നു ചെല്ലുമ്പോൾ ശരിക്കും പറഞ്ഞ ആ ഒരു നേരത്തെ ആഹാരമല്ലാതെ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. ഞങ്ങൾ അവിടെ കടന്നു ചെന്നു. ഞങ്ങളോട് പറഞ്ഞു, ഇരിക്കുക, അല്പാഹാരം കഴിക്കാം. കഴിച്ചു. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചിറങ്ങാൻ നേരത്ത് അവിടുത്തെ മകൻ, ഇളയ മകൻ ഒരു ചാക്ക് നിറയെ സാധനങ്ങളുമായിട്ട് വഴിയിലോട്ട് ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടു. ഞാൻ ഓർത്തു, പിള്ളേരല്ലേ, ആ സമയത്ത് ഈ ചില സാധനം കുപ്പി അങ്ങനെയുള്ള സാധനങ്ങൾ പെറുക്കി വിൽക്കുന്ന പരിപാടികൾ ആ കാലഘട്ടങ്ങളിൽ എല്ലാ വീടുകളിലും ഉണ്ട്, സാമ്പത്തിക ആവശ്യത്തിന് വേണ്ടി. അങ്ങനെയുള്ള എന്തെങ്കിലും ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ വാ, വേഗം വാ, ഇതൊന്ന് കെട്ടിക്ക്, ഈ വണ്ടിയിലോട്ട് കെട്ടാൻ പറഞ്ഞു. കെട്ടി. ഞാൻ ചോദിച്ചു, എന്തിനാ? അന്നേരം പറഞ്ഞ, അത് ഇരിക്കട്ടെ എന്നങ്ങ് പറഞ്ഞതല്ലാതെ വേറൊന്നും പറഞ്ഞില്ല. തിരിച്ചു കയറിയപ്പോൾ ആ പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി പോരുമ്പോ അവിടുത്തെ ദൈവദാസി എന്റെ കയ്യിൽ ഇതിരിക്കട്ടെ, ആരും അറിയണ്ടെന്നവനുണ്ട് ഒരു ചെറിയൊരു കവർ തന്നു. അത് ഞാൻ പോക്കറ്റിൽ വെച്ചു. അതിനുശേഷം വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ അവിടുത്തെ അച്ചായൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഇതിരിക്കട്ടെ, ഇത് നിന്റെ വഴിച്ചെലവിന് വെച്ചോ എന്ന് പറഞ്ഞ് ഒരു ചെറിയൊരു കവർ തന്നു. ഞാനത് മേടിച്ചു. വാഹനമായിട്ട് തിരിച്ചു വന്നു. പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ചു. ആ നന്മയായിട്ട് വീട്ടിൽ ചെന്നിട്ട് ആ സമ്പത്ത് ഒന്ന് അഴിക്കാൻ, ആ ചാക്ക് കെട്ട് അഴിക്കുവാൻ ഒരു പേടി, ഇതെന്തായിരിക്കും എന്ന് ഒരു പിടുത്തമില്ല. പ്രാർത്ഥിച്ച് ഞങ്ങൾ അഴിച്ചപ്പം ഞങ്ങളുടെ അന്ന് വരെയുള്ള ബുദ്ധിമുട്ട് മാറുന്ന തലങ്ങളിൽ ഒരു ചാക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എന്ന് പറഞ്ഞ ഒരു വീട്ടിൽ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അത് മുഴുവനും ആ ഒരു വലിയ ചാക്ക് നിറയെ ദൈവം തരുവാനിടയായി തീർന്നു. അന്ന് ദൈവം എന്റെ ശൂന്യത മാറ്റിയതാ. അന്ന് എന്റെ കർത്താവ് എന്നെ വിടുവിച്ചതാ. അന്ന് മുതൽ ഇന്ന് വരെയും എന്റെ കലത്തിലെ മാവ് കുറയാതെ, ഭരണിയിൽ എണ്ണ തീർന്നു പോകാതെ ദൈവം ഇന്ന് വരെയും നടത്തുന്നു. ഞാൻ പറഞ്ഞതിന്റെ കാരണം, കർത്താവിൽ ആശ്രയിച്ച ഒരാൾ അടുത്ത് ചെന്നാൽ ആ വ്യക്തിയെ ദൈവം ഒരിക്കലും തള്ളിക്കളയത്തില്ല. ആദ്യത്തെ കുറച്ചു നാൾ ഒരു പരീക്ഷണ ഘട്ടം പോലെ പ്രശ്നങ്ങൾ വന്നാൽ, പ്രതിസന്ധി വന്നാൽ, കഷ്ടത വന്നാൽ, നിരാശ വന്നാൽ, ബുദ്ധിമുട്ട് വന്നാൽ, ദൈവത്തെ സേവിക്കുവോ അതോ ദൈവത്തെ ഇട്ടുകളയുവോ എന്നുള്ള ഒരു ചെറിയൊരു പരീക്ഷണ ഘട്ടം കർത്താവിൽ നിന്ന് വെളിപ്പെടും. പക്ഷെ നമ്മൾ അത് ജയിപ്പാൻ നമ്മൾ തയ്യാറായാൽ പിന്നെ ഒരിക്കലും നിരാശപ്പെട്ട് തകർന്നിരിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. ആകയാൽ എന്നെ കേൾക്കുന്ന ഏവരോടും എനിക്ക് ഒറ്റ കാര്യമേ പറയുവാനുള്ളൂ. കർത്താവിന്റെ സന്നിധിയിൽ കഷ്ടത വന്നെന്ന് പറഞ്ഞ്, പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകാതെ, പ്രശ്നങ്ങളെ പരിഹരിപ്പാൻ കർത്താവ് ശക്തനെന്ന് പറഞ്ഞ് ആ കർത്താവിനെ നെഞ്ചോട് ചേർപ്പാൻ തയ്യാറാകുന്നുവെങ്കിൽ ആ കർത്താവ് നമ്മളെ സൗഖ്യമാക്കുവാനും വിടുവിപ്പാനും എല്ലാ നാളും ഉയർത്തുവാനും ദൈവം നമ്മളെ ഇടയാക്കും. ആകയാൽ എനിക്ക് സമയമൊരുക്കി തന്ന ആ കർത്താവിന്റെ ദാസനുള്ള നന്ദി അറിയിക്കട്ടെ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു നല്ല സാക്ഷ്യം ഇന്ന് പകലിൽ ശ്രദ്ധിക്കുവാൻ കർത്താവ് സഹായിച്ചു. ഈ ലോകത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനെ കർത്താവ് വയൽ പ്രദേശത്ത് അധ്വാനിക്കുവാൻ ദൈവം വിളിച്ച് വേർതിരിച്ച് ഇന്ന് നല്ലൊരു ശുശ്രൂഷകനായി, നല്ലൊരു കുടുംബസ്ഥനായി, മരണകരമായ അനുഭവത്തിൽ നിന്ന് കർത്താവിന് രക്ഷിക്കുവാൻ കഴിയുമെന്ന് ബോധ്യപ്പെടുത്തി കർത്തൃവേലയിൽ ഇന്നും കർത്താവ് നിർത്തിയിരിക്കുന്നല്ലോ അനേകർക്ക്
ഇനിയും ആശ്വാസവും അനുഗ്രഹവുമായിരിക്കട്ടെ. ഈ സാക്ഷ്യം അനേകർക്ക് വിടുതലായി മാറട്ടെ. കർത്താവിലേക്ക് അടുക്കുവാൻ ഇടയായി തീരട്ടെ. പ്രാർത്ഥിക്കാൻ, കണ്ണുകളടയ്ക്കാം. കർത്താവിന്റെ ദാസൻ ഒരു വാക്കിൽ പ്രാർത്ഥിച്ചാട്ടെ. സ്വർഗീയ പിതാവേ, പുത്രനായ യേശുവിന്റെ നാമത്തിൽ അടുത്തു വരുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. വിശേഷാൽ കർത്താവെ, ജോയിസ് ടിവിയിലൂടെ കർത്താവെ അടിയന്റെ സാക്ഷ്യം പറയുവാൻ സമയം വേർതിരിച്ച് തന്ന കർത്താവെ, നിന്റെ ദാസനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നിന്റെ മക്കളെ മാനിക്കണം, അനുഗ്രഹിക്കണം. കർത്താവെ, എന്റെ സാക്ഷ്യം കേൾക്കുന്നവർക്ക് വലിയ വിടുതലായി മാറുവാൻ, ദൈവത്തെ സ്വീകരിക്കുന്ന അളവിൽ കർത്താവിന്റെ വലിയ മാന്യതകളിലേക്ക് സഞ്ചരിക്കുന്ന തലങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ സ്വർഗീയകരങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. വിശേഷാൽ സമയം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസനെ, കുടുംബത്തെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. അതുപോലെ ഈ ചാനലിനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണ്. വരുന്ന ആളുകളിൽ ഈ ചാനലിലൂടെ കർത്താവെ അനേകർ കർത്താവിനെ രക്ഷിതാവും പിതാവുമായി സ്വീകരിക്കത്തക്കവണ്ണം ഈ ചാനൽ ഒരു അനുഗ്രഹമായി മാറുവാൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, നല്ലൊരു കൂടിവരവ് ഈ ചാനലിലൂടെ ദൈവദാസനിലൂടെ വെളിപ്പെടുത്തിയ ദൈവത്തിന് നന്ദി പറയുന്നു. അടിയനെ താഴ്ത്തട്ടെ. പ്രാർത്ഥന കേട്ടാനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഓക്കേ, ദൈവദാസനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.